മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചത് ഇതാണ്: നീ എൻ്റെ കൂടെ വരണം. നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഒരടി ഞാൻ വെക്കുകയില്ല. നീ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബലം. നീ എന്നെ തള്ളില്ലെന്നുള്ളതാണ് നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന് എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഹൊറേബിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. പുറപ്പാട് 3, കത്തുന്ന മുൾപടർപ്പ്. ദൈവം മോശയോട് ചെരുപ്പൂരാനൊക്കെ പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞു. കട്ടൻട്രി ആയിട്ട് മോശ വഴക്കടിക്കുന്നുണ്ട് കർത്താവിനോട്, ഞാൻ പോവില്ല. വല്ലാത്ത ഗുസ്തിയാണ് നടക്കണത്. എൻ്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ? എനിക്ക് അറിഞ്ഞൂടെ, ചാലക്കുടിക്കാരനാണ്. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല വാക്ക് എൻ്റെ നാട്ടിൽ ചീത്ത വാക്കാണ്. അവിടുത്തെ ഏറ്റവും ചീത്ത വാക്ക് ഇവിടെ സുഹൃത ജപമാണ്. നല്ല വാക്കാണ്. അതുകൊണ്ട് ദൂരസ്ഥലത്തൊക്കെ പോയി പ്രസംഗം പറയാൻ എനിക്ക് പേടിയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം പറഞ്ഞാൽ കയറ്റി വെച്ച് ഞാൻ പുറകോട്ടു. നല്ല ഒച്ചയുണ്ട്, അല്ലെങ്കിൽ ഒച്ച കുറച്ച് തന്നെ. അതുകൊണ്ട് എനിക്ക് ദൂരസ്ഥലത്ത് പോയി പ്രസംഗം പറയാൻ ഭയങ്കര പേടിയാണ്. എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ വയസ്സായ ഒരു അച്ഛനല്ലേ എന്നോർത്ത് ക്ഷമിച്ചേക്കണം. ഓക്കെ. പുറപ്പാട് ഗ്രന്ഥം 3-ാം അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ മോശ പലവട്ടം കർത്താവിനോട് മറുതലിക്കുന്നുണ്ട്. ഞാൻ ഈജിപ്തിലേക്ക് പോവില്ല, ഞാൻ ഫറവോയുടെ അടുത്ത് ചെല്ലില്ല. കാരണം ഞാനൊരു കൊലപാതകിയാണ്, ഞാനൊരു വിക്കനാണ്. 80 വയസ്സുണ്ട് ഈ കാർന്നോർക്ക്. അന്നേരം 80 വയസ്സ്. 40 വയസ്സിലാണ് അരിശമ്മ ഏതോ ഒരു പാവത്തിനെ തല്ലിക്കൊല്ലണത്. അന്ന് 40 വയസ്സിലാണ് ഈജിപ്തിൽ നിന്ന് ഓടണത് പോലീസിനെ പേടിച്ച്. വീണ്ടും ഒരു 40 കൊല്ലം ഹൊറേബിൽ വന്ന് ആടുമേയിച്ച് നടന്നു മോശ. 80 വയസ്സാവുമ്പോഴാണ് തമ്പുരാൻ അവന് പ്രത്യക്ഷപ്പെടുന്നത്. 80 വയസ്സുള്ള ഒരു വൃദ്ധനാണ് മോശ. അയാളോട് ദൈവം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പോവുകയില്ല, പോകണത് റിസ്ക്കാണ്, ഒടുക്കത്തെ വിക്കാണ്. ഇതൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുക വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അഹറോനെ കൂടെ കൂട്ട് ദൈവം പറഞ്ഞു. വടിയുണ്ടല്ലോ കയ്യിൽ, ഉണ്ട്, താഴിയിട്. പാമ്പായത് കണ്ട, വാലെ പിടിക്കി. വടിയായത് കണ്ട, നെഞ്ചത്ത് വെക്കി. കുഷ്ഠം വന്നത് കണ്ട, മാറ്റി പിടിക്കി. ക്ലീനായത് കണ്ട, തൽക്കാലം ഇത്രയൊക്കെ മതി. ബാക്കി അവിടെ ചെല്ലുമ്പോൾ നിനക്ക് പറഞ്ഞു തരാം. നീ പോ, നിന്റെ കൂടെ ഞാനുണ്ട്. ദൈവം അങ്ങനെ കൂടെ ചെല്ലാം എന്ന് പറഞ്ഞപ്പോഴാണ് മോശ കർത്താവിനോട് സമ്മതിച്ചത്. ഓക്കെ, ഡൺ, ഞാൻ പോവാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ മോശയ്ക്ക്, ഒറ്റ കണ്ടീഷൻ. പറഞ്ഞോടത്തൊന്നും മോശനെ പിടിക്കാൻ ദൈവത്തിന് പറ്റിയില്ല. പല ഓഫറും ദൈവം മോശയ്ക്ക് കൊടുത്ത്, പക്ഷെ ഒന്നിലും മോശ വീണില്ല. അവസാനം മോശയുടെ മുമ്പിൽ ക്ഷഞ്ഞ വരച്ച കർത്താവ് ചോദിച്ച്, നിനക്ക് വല്ല കണ്ടീഷൻ ഉണ്ടോ? ഉറപ്പായിട്ടും. എന്ത് കണ്ടീഷൻ? ജസ്റ്റ് 1 കണ്ടീഷൻ. വാട്ട്സ് ദാറ്റ്? നീ എൻ്റെ കൂടെ വരണം. നീ എൻ്റെ കൂടെ വരണം. നീ എൻ്റെ കൂടെ വന്നാൽ എവിടെ പോണം? ഞാൻ പോവാം. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ പുതുവർഷത്തിൽ നമ്മുടെ ബലം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ്. അങ്ങ് ദൂരെ തലശ്ശേരി ഭാഗത്ത് ഒരു അച്ഛനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അച്ഛൻ്റെ മനോഹരമായൊരു പാട്ട് പാടാനൊന്നും എനിക്കറിയില്ല. വരികൾ ഇങ്ങനെയാണ്: നാഥ നീ എൻ്റെ കൂടെ വരണമേ, നാഥ നീ എൻ്റെ കൂടെ വരണമേ. അടുത്ത വരികൾ ഇങ്ങനെയാ: നീയില്ലാതെ എങ്ങനെ ഞാൻ ചെങ്കടൽ മുറിക്കും, നീയില്ലാതെ എങ്ങനെ ഞാൻ മരുഭൂമി കടക്കും, നീയില്ലാതെ എങ്ങനെ ഞാൻ കാനാൻ നാട്ടിലെത്തും. കർത്താവേ നീ എൻ്റെ കൂടെ വരണമേ. എനിക്ക് ചെങ്കടലുകൾ മുറിക്കാനുണ്ട്. ഈ കൊല്ലം കൊച്ചൻ്റെ കല്യാണം നടക്കേണ്ടതാണ്. ഈ കൊല്ലം ഒരെണ്ണത്തിന് എങ്ങനെയെങ്കിലും ഉരുട്ടി ഓട്ടോറിക്ഷ കയറ്റി ഓസ്ട്രേലിയക്ക് വിടാനുള്ളതാണ്. ഈ കൊല്ലം ചെക്കൻ 10ാം ക്ലാസ്സിലാണ്, പെരപണി പകുതിക്ക് എത്തിയേക്കാണ്. ഇത്തവണ കണ്ടമാനം ലോൺ ക്ലോസ് ചെയ്യാനുണ്ട്. നീയില്ലാതെ എങ്ങനെ ഞാൻ ചെങ്കടൽ മുറിക്കും,
എനിക്ക് ചെങ്കടലുകൾ മുറിക്കാനുണ്ട്, എനിക്ക് മരുഭൂമികൾ കടക്കാനുണ്ട്. നീ എനിക്കും എൻ്റെ കുടുംബത്തിനും വാഗ്ദാനം ചെയ്തിട്ടുള്ള തേനും പാലും ഒഴുകുന്ന എന്താ പറയുക, സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാനാൻ, അത് വളരെ 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 ദൂരെയാണ്. എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ വാ. ഇതാണ് നമ്മുടെ ബലം. കർത്താവ് കൂടെയുണ്ട്. അച്ഛനെന്നും പറയാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ ചങ്കിൽ അത്രമേൽ എനിക്ക് ബോധ്യമുള്ളൊരു കാര്യം അത് ഞാൻ വെറുതെ പറയണല്ല, ഇറ്റ്സ് മൈ കോൺഫിഡൻസ്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതം വീണ്ടെടുക്കപ്പെടുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതം ബലപ്പെടുന്നത്, ഒരുവന്റെ ചങ്ക് ധൈര്യപ്പെടുന്നത് ഈ ഒരൊറ്റ സത്യത്തിൻ്റെ പുറത്താ. ആര് കൂടെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ലെന്ന് നമുക്കറിയല്ല. എന്തോരം പണം ഉണ്ടായിട്ടും ചില കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് നമുക്കറിയല്ല. എന്തുമാത്രം സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടെങ്കിലും അറിയാലോ, മനുഷ്യരൊക്കെ ചട്ടപടാന്ന് വീണ് മരിക്കുകയാണ്. ഇപ്പം കൊറോണ കഴിഞ്ഞ പിന്നെ കട്ട പുകയാണ്. 2 ആഴ്ച മുമ്പ് ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, അച്ഛാ 2ാമത്തെ ഇഞ്ചക്ഷൻ എടുത്തു, ഇവിടെ വാക്സിനായി 2ാമത്തെ ഇഞ്ചക്ഷൻ എടുത്തവർക്ക് 10 കൊല്ലം കൂടി ഉള്ളൂ കേട്ടാ. ഒരു ഡോക്ടർ, ഞാൻ 3 എടുത്തവനാ. ആകെ പ്രശ്നം എന്ന് പറയണേ, മനുഷ്യൻ നിന്ന നിപ്പിൽ ചത്തുപോണ്. ഇപ്പം എല്ലാ ദിവസവും കുർബാന കഴിയുമ്പോൾ കാണുന്ന ആൾക്കാരോടൊക്കെ പറയണത്, ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്, ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാന്നും പറഞ്ഞൊരു പ്രാർത്ഥന. ചെല്ലണ പ്രാർത്ഥനയിൽ ഇപ്പം ഏറ്റവും അർത്ഥപൂർണമായിട്ട് തോന്നണത് അതാണ്. ഒന്നിനെ കുറിച്ചൊരു ഉറപ്പില്ല. വല്ലാത്തൊരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോണേ. ബലമെന്ന് പറയുന്നത് ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ്, ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്, ഞാൻ എന്താണെന്നുള്ള ബോധ്യം, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബലം. മോശേനെ ദൈവം അങ്ങനെ ബലപ്പെടുത്തുന്നത്. ഞാൻ നിങ്ങളുടെ കൗതുകത്തിന് വേണ്ടി ഒരു കാര്യം പറയാം. നേരത്തെ പറഞ്ഞില്ലേ, ഹൊറേബ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് കത്തുന്ന മുൾപടർപ്പ്. എന്നിട്ട് ദൈവം എന്ത് ഊരാനാ പറഞ്ഞ മോശയോട്? ഷർട്ടോ ചെരുപ്പ്. ദൈവം മോശയോട് ചെരുപ്പ് ഊരാൻ പറഞ്ഞു. അതെന്തിനാ ദൈവം മോശയോട് ചെരുപ്പ് ഊരാൻ പറഞ്ഞേ? നീ നിൽക്കുന്ന സ്ഥലം? ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നേ. നല്ല ഉത്തരം കേട്ടോ. നമ്മളൊക്കെ പഠിച്ചു വെച്ചേണ്ടത് അങ്ങനെ തന്നെയാണ്, ഞാനും പഠിച്ചത് അങ്ങനെയൊക്കെ തന്നെ. പള്ളി കയറുമ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരിടും അല്ലേ? കാരണം പള്ളി വിശുദ്ധമാണ്. അപ്പോൾ ഫോറിന് ചെല്ലുമ്പോൾ സായിപ്പ് ചെരുപ്പ് ഊരില്ല. അപ്പോൾ അവിടുത്തെ പള്ളിക്ക് വിശുദ്ധിയൊന്നുമില്ലേ? ഞാൻ എൻ്റെ പള്ളിയുടെ മുമ്പിൽ അങ്ങനെ എഴുതി വെച്ചിരുന്നത്, നിന്റെ അഹങ്കാരവും ചെരുപ്പും ഇവിടെ ഉപേക്ഷിക്കുക. ഇടവക്കാർ വന്ന് പറഞ്ഞു, അച്ഛ ഇത്തിരി കടുപ്പാട്ടാ. അങ്ങനെ ഞാൻ അഹങ്കാരം വെട്ടി, ചെരുപ്പ് മാത്രമാക്കി. ഞാൻ പള്ളിയുടെ വാതിൽക്ക് അങ്ങനെ എഴുതി വെച്ചാ, നിന്റെ അഹങ്കാരവും ചെരുപ്പും ഇവിടെ ഉപേക്ഷിക്കുക, അകത്തിരിക്കുന്നവൻ നിന്റെ ദൈവം. പിന്നെ ഇടവകക്കാരുടെ റിക്വസ്റ്റ് മാനിച്ച് അഹങ്കാരം വേണ്ടെന്ന് വെച്ച്. ദൈവം മോശയോട് ചെരുപ്പൂരാൻ പറഞ്ഞു. ദൈവം ചെരുപ്പൂരാൻ പറഞ്ഞത് അവൻ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമായത് കൊണ്ടാണെന്ന് അല്ലേ? നമ്മളങ്ങനെ പഠിച്ച്, ബൈബിൾ അങ്ങനെ തന്നെ പറയണത്. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? മോശ നിൽക്കുന്ന ആ സ്ഥലം അല്ലേ, ആ ടാവട്ടം, കത്തുന്ന മുൾപ്പടർപ്പ് അടങ്ങുന്ന ഒരു 100 മീറ്റർ കൂട്ടാമോ, അത് 50 മീറ്ററോ, എന്തായാലും അത്രയും സ്ഥലം പരിശുദ്ധമാണ്. ചെരുപ്പൂരിടുന്നു. എന്നെ വല്ലാണ്ട് കുഴക്കി കളഞ്ഞൊരു ചോദ്യമുണ്ട്. സെമിനാരി പഠിക്കണ കാലത്ത്, അച്ഛനാവൻ പഠിക്കണ കാലത്ത് ലോക തരികട ഒരു ഗുരു ഉണ്ടായിരുന്നു എനിക്ക്. മഹാപ്രശ്നക്കാരനായിരുന്നു. വേറെ കുഴപ്പമൊന്നുള്ള അച്ഛനല്ല കേട്ടോ, അച്ഛനാണ്. പുള്ളി മരിച്ചിട്ടില്ല, അത് കാരണം ഞാൻ പേര് പറയൂല. മരിച്ചു കഴിയുമ്പോൾ പേര് പറയും. അച്ഛൻ ആവശ്യമില്ലാത്ത ചോദ്യമൊക്കെ ചോദിക്കും ക്ലാസ്സിൽ. അച്ഛനെല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. പേടി ഇൻ ദ സെൻസ്, അച്ഛൻ്റെ ചില ചോദ്യങ്ങൾ നമ്മളെ വല്ലാണ്ട് കുഴക്കി കളയും. അപ്പോൾ ചേട്ടന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ആവശ്യമില്ലാണ്ട് ഉത്തരവൊന്നും പറയാൻ പോണ്ട,
1.5 ചോദ്യമായിരിക്കും. നീ എന്ത് പറഞ്ഞാലും അതുമ്മ പിടിച്ച് അച്ഛൻ നിന്നെ മലത്തി അടിക്കും. അതുകൊണ്ട് നാണം കെടാണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കുന്നതാണ് വിദ്വാന് ഭൂഷണം. വിഡ്ഢിക്കും ഭൂഷണം അത് തന്നെയാണ്. മിണ്ടാണ്ടിരുന്നാൽ മതി എന്നാണ് ചേട്ടന്മാർ ശമാശന്മാർ പറഞ്ഞു തന്നേക്കണേ. അത് കാരണം ഈ അച്ഛൻ വരണതും കാത്ത് ഞങ്ങളിങ്ങനെ ഇരുന്നു. ഞാൻ അവസാനം സെമിനാരിയിൽ ഫിലോസഫി പഠിക്കാൻ കയറിയ വർഷം ഒരു 6ാമത്തെ മാസം അച്ഛൻ വന്നു. എൻ്റെ ഗുരു ആദ്യം ചോദിച്ച ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളോട് ആ ചോദ്യം ഞാൻ ചോദിക്കാം. എൻ്റെ ഗുരു എന്നോട് ചോദിച്ചു, എന്നോടല്ല, ക്ലാസ്സിൽ മൊത്തം 165 സ്റ്റുഡൻസ് ഉണ്ട്, ശമാശന്മാർ, എല്ലാവരോടുമായിട്ടുള്ള ചോദ്യമാണ്. എടാ, ബഹുമാനം ഒന്നും കാണിക്കാറില്ല ഈ അച്ഛൻ, എടാന്ന് വിളിക്കാറുള്ളൂ, ശമാശാന്നൊന്നും വിളിക്കില്ല. എടാ, നീ എന്തുകൊണ്ടാ പള്ളിയിൽ ചെരുപ്പിടാത്തത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോഴും ഓർക്കും. ഫിലോസഫി ഈ അച്ഛൻ്റെ ക്ലാസ്സിൽ ആദ്യത്തെ ചോദ്യതായിരുന്നു, നീ എന്തുകൊണ്ടാണ് പള്ളിയിൽ ചെരുപ്പിടാത്തത്? ഈ ചേട്ടന്മാർ മുന്നറിയിപ്പ് തന്നിരുന്നത് കൊണ്ട് കമാ എന്നൊരക്ഷരം ഞങ്ങൾ ബുദ്ധിയുള്ളവരും മണ്ടന്മാരും പറഞ്ഞില്ല. എല്ലാവരും മിണ്ടാണ്ടിരുന്നു. അച്ഛൻ അരിശം വന്നു. അച്ഛൻ ചോദിച്ചു, മന്ദബുദ്ധികളാണോ ഈ ബാച്ചൊക്കെ? അച്ഛനാവാൻ പോണല്ലേ, ഉത്തരം പറടാ, നീ എന്തുകൊണ്ടാ പള്ളിയിൽ ചെരുപ്പിടാത്തത്? അച്ഛൻ്റെ ചോദ്യം. പിന്നെ ഏറ്റവും മുമ്പിൽ ഈ കാട്ടടയ്ക്ക പോലത്തെ ഒരു ശമാശനുണ്ട്. കുഞ്ഞു സാധനമാണ്. ഈ പൊക്കം കുറഞ്ഞവരൊക്കെ മുമ്പിലാണല്ല, ഞാനൊക്കെ മുമ്പിലാണ്. എനിക്ക് ഗുരുവിളച്ചൻ്റെ പൊക്കമൊന്നുമില്ല, ഞാനൊരു കുഞ്ഞു സാധനമാണ്, ഞാനും മുമ്പിലാണ്. ഏറ്റവും മുമ്പിലിരുന്ന് ഈ പൊക്കം കുറഞ്ഞ ചമ്മാച്ചൻ കൈവക്കി. അച്ഛൻ പറഞ്ഞു, പറയടാ. അപ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, അച്ഛാ, അതെ, പള്ളി പരിശുദ്ധമാണ്, പള്ളിയിൽ ദൈവമുണ്ട്, അതുകൊണ്ടാ പള്ളിയിൽ ചെരുപ്പിടാത്തത്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു. അപ്പം എൻ്റെ ഗുരു, ഓഹോ, പള്ളിയിൽ ദൈവം ഉള്ളത് കൊണ്ടാണ് നീ പള്ളിയിൽ ചെരുപ്പിടാത്തത് അല്ലേ? ഞങ്ങൾ നീർക്കോലികൾക്കൊക്കെ പത്തി വെച്ച് എല്ലാവരും ഒച്ച സ്വരത്തിൽ പറഞ്ഞു, അതെ. ഗുരുവിൻ്റെ അടുത്ത ചോദ്യം, പള്ളിയിൽ ദൈവം ഇല്ലാത്തത് കൊണ്ടാണ്, ദൈവം ഉള്ളത് കൊണ്ടാണ് നീ പള്ളിയിൽ ചെരുപ്പിടാത്തത്. ഡൺ. അപ്പൊ ദൈവം ഇല്ലാത്ത ഒരു സ്ഥലത്തിന്റെ പേര് പറയടാ, എനിക്കൊന്ന് ചെരുപ്പിടാൻ. പറ. ദൈവം ഇല്ലാത്ത ഒരു സ്ഥലത്തിന്റെ പേര് പറയടാ, എനിക്കൊന്ന് ചെരുപ്പിടാൻ. എൻ്റെ ഗുരുവിൻ്റെ അടുത്ത ചോദ്യമാണ്. വിട്ടുപോയി. അച്ഛൻ വിട്ടില്ലട്ടാ. അച്ഛൻ ചോദിച്ച്, നീ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ ദൈവം ഉണ്ടടാ? വച്ചു. നീ വോളിബോൾ കളിക്കുന്ന കോർട്ടിൽ ദൈവം ഉണ്ടടാ? വച്ചു. നീ കിടന്നുറങ്ങുന്ന ഡോർമെട്രിയിൽ ദൈവം ഉണ്ടടാ? വച്ചു. നീ ചോറുണ്ണുന്ന ഡൈനിങ് ഹാളിൽ ദൈവം ഉണ്ടടാ? വച്ചു. നീ കുളിക്കണ ബാത്റൂമിൽ ദൈവം ഉണ്ടടാ? വച്ചു. ടോയ്ലറ്റിലുണ്ടോടാ നിന്റെ ദൈവം? വച്ചു. അപ്പൊ നീ എവിടെ ചെരുപ്പിടും? നീ അപ്പ എവിടെ ചെരുപ്പിടും? ഇപ്പൊ പ്രശ്നമായില്ലേ? ദേവാലയത്തിൽ ദൈവം ഉള്ളത് കൊണ്ടാണ് ചെരുപ്പിടാത്തെന്ന് നമ്മൾ പറയണേ. നമ്മുടെ വീട്ടിൽ ദൈവമുണ്ട്, പുറത്ത് ദൈവമുണ്ട്. മോശയോട് ദൈവം ചെരുപ്പ് ഊരാൻ പറഞ്ഞത് മോശ നിൽക്കുന്ന അത്രയും സ്ഥലത്ത് ദൈവം ഉള്ളത് കൊണ്ട് മാത്രമല്ല. മോശേനെ ദൈവം വലിയൊരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. വലിയൊരു ബോധ്യം. മനോഹരമാണ് ഈ ബൈബിൾ വ്യാഖ്യാനം. ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് ഹേർഡ് ഇറ്റ് ഓർ നോട്ട്. നിങ്ങൾ ചിരിക്കരുത്, എന്നെ കളിയാക്കരുത്. ദൈവം മോശയോട് ചെരുപ്പ് ഊരാൻ പറഞ്ഞതിൻ്റെ കാരണം, നിങ്ങൾ ചിരിച്ചാലും കുഴപ്പമില്ല, മോശയുടെ കാലുമ്മ കിടക്കണ ചെരുപ്പ് മോശയുടെ ചെരുപ്പല്ല. എനിക്കറിയാം നിങ്ങൾ ചിരിക്കുന്നു. മോശയുടെ കാലേ കിടക്കണ ചെരുപ്പ് മോശയുടെ ചെരുപ്പല്ല. നൗ ക്വസ്റ്റ്യൻ കംസ്, പിന്നെ ആരുടെ ചെരുപ്പാണ്? പിന്നെ ആരുടെ ചെരുപ്പാണ്? മോശയുടെ കാലുമ്മ കിടക്കണ ചെരുപ്പ് ഫറവോയുടെ ചെരുപ്പാണ്. എല്ലാവരും വാവിളിക്കത് എന്ത് കഥയാണെന്നാണ് എല്ലാവരും ചിന്തിക്കണേ. മോശയ്ക്ക് ഒരിക്കലും ചെരുപ്പിടാനുള്ള അനുവാദമില്ല. കാരണം മോശ ഒരടിമയാണ്. യഥാർത്ഥത്തിൽ മോശ അടിമയാണ് അല്ലേ? മോശ ഈജിപ്തുകാരനാണോ? ഫറവോന്റെ മോനാണോ? ആണോ? അല്ല.
മോശ ഇസ്രായേലാണ്. മോശ ദൈവത്തിൻ്റെ മോനാണ്. മോശ ഈജിപ്തില് അടിമയാണ്. മോശയ്ക്ക് ലോട്ടറി അടിച്ചതാണ് മോശയുടെ കാലുമ്മ ചെരുപ്പ് കയറിയത്. മോശയുടെ കുലത്തിന്, ഇസ്രായേലിന് ചെരുപ്പിടാനുള്ള അനുവാദമില്ല ഒരിക്കലും ഈജിപ്തില്. മോശയുടെ കാലുമ്മ ചെരുപ്പ് കയറാനുള്ള കാരണം മോശയ്ക്ക് ലോട്ടറി അടിച്ച് മോശ ഫറവോന്റെ വീട്ടിൽ കയറിക്കൂടി. ഫറവോടെ മോള് നൈൽ നദിയിൽ നിന്ന് അവനെ പൊക്കി വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ഫറവോന്റെ മോനായിട്ട് വളർന്നതുകൊണ്ട് മോശയുടെ കാലുമ്മ അവൻ അറിയാതെ ഒരു ചെരുപ്പ് കയറിക്കൂടി. മനസ്സിലായ? മോശയുടെ കാലുമ്മ അവൻ പോലും അറിയാതെ ഫറവോന്റെ ചെരുപ്പ് കയറിക്കൂടി. ഒരൊറ്റ ഇസ്രായേൽക്കാരന് പോലും ഈജിപ്തിൽ ചെരുപ്പിടാനുള്ള അനുവാദമില്ല. ദൈവം മോശയോട് പറഞ്ഞെന്താണെന്നറിയോ? മോനെ മോശേ, നീ ഫറവോടെ അല്ലട്ടാ, നീ എന്റെയാണ്. നീ എൻ്റെ മോനാണ്. നീ ഈജിപ്തുകാരനല്ല, നീ ഇസ്രായേലാണ്. ഞാനാണ് നിന്റെ ദൈവം, കൂടെയുള്ള തമ്പുരാൻ. അതുകൊണ്ട് ഈ ചെരുപ്പ് നിനക്ക് പാകാവില്ല. ഈ ചെരുപ്പ് നിനക്ക് പാകാവില്ല മോശേ. ഇത് നിനക്ക് പറ്റിയ ചെരുപ്പല്ല. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമുക്ക് പാകാവാത്ത പലതും നമ്മൾ എടുത്തു ധരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ആകുലതകള്, അനാവശ്യമായ ഭയങ്ങള്, നാളെയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചുള്ള ഒരിക്കലും ടെൻഷൻ പിടിക്കേണ്ടാത്ത ചില സത്യങ്ങള് നമ്മളിങ്ങനെ വല്ലാണ്ട് ആകുലപ്പെട്ട വി ജസ്റ്റ് ഫൊർഗെറ്റ്. നമ്മൾ കർത്താവിൻ്റെതാണെന്നുള്ള ബോധം അതൊരു നിസ്സാര കാര്യമല്ല. ഏത് പ്രശ്ന പ്രയാസങ്ങളെയും അതിജീവിക്കാൻ എന്നെ ബലപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ കർത്താവിൻ്റെതാണെന്നുള്ള ബോധ്യമാണ്. ആ ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ യു ആർ ഇറസിസ്റ്റബിൾ. നിന്നെ തോപ്പിക്കാൻ ഒന്നിനും പറ്റുകയില്ല. നിന്നെ തളർത്താൻ ഒരു ജീവിത പ്രശ്നത്തിനുമാവുകയല്ല. പണ്ട് എവിടെയോ വായിച്ചത് ഓർക്കണം. ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, ആ പ്രോബ്ലം ഉണ്ട്, ഈ പ്രോബ്ലം ഉണ്ട് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് പ്രോബ്ലത്തിൻ്റെ അടുത്ത് ചെന്ന് എനിക്കിങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് പറയണതാണ്. ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കണം. പ്രശ്നത്തിൻ്റെ മുമ്പിലും പ്രയാസത്തിൻ്റെ മുമ്പിലും ചെന്ന് നിന്നിട്ട് എനിക്കിങ്ങനെ ഒരു കർത്താവുണ്ടെന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത്, തമ്പുരാൻ്റെ അടുത്ത് ചെന്ന് ആ പ്രോബ്ലം ഉണ്ട്, ഈ പ്രോബ്ലം ഉണ്ട് എന്ന് പറയണേക്കാളും. നമ്മുടെ ജീവിതത്തിന് യോജിക്കാത്തത് പലതും നമ്മളിങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഒരപ്പന് പറ്റാത്തത്, ഒരമ്മയ്ക്ക് നിരക്കാത്തത്, ഒരു മകനും മകൾക്കും ഒരിക്കലും യോജ്യമല്ലാത്തത് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഞാൻ പണ്ട് എവിടെയോ ടിവിയിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, മറൈൻ ഡ്രൈവിൽ എറണാകുളത്ത് കാറ്റ് കൊള്ളാൻ പോയതാ. മറൈൻ ഡ്രൈവിൽ എൻ്റെ കൂടെ ഒരു അച്ഛനുണ്ടായിരുന്നു. ഈ മറൈൻ ഡ്രൈവ് എന്നൊക്കെ പറയണത് വല്ലാത്തൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ പിള്ളേര് സെറ്റ് അവിടെ വന്നിരുന്നാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ. നമ്മൾ ഈ ലോഹയൊക്കെ ഇട്ട് എറണാകുളം മറൈൻ ഡ്രൈവിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞ് ഇത്തിരി റിസ്ക്കാണ്. എൻ്റെ കൂടെ ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ പേര് പറയാൻ ബുദ്ധിമുട്ടെന്ന്, അദ്ദേഹം വലിയൊരു മെത്രാനാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കുക. ഈ റോഡ് സൈഡിലിരിക്കുന്ന പിള്ളേര് ആവശ്യമില്ലാണ്ട്, ഞങ്ങൾ ഈ അച്ഛന്മാർ ലോഹയൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഇവന്മാർക്ക് ചൊറിയും. അപ്പോൾ ഇവർ നമ്മൾ ആവശ്യമില്ലാണ്ട് കളിയാക്കും. അച്ചോന്ന് നീട്ടിയൊക്കെ ഒരു വിളിയുണ്ട്. നമ്മുടെ ഉടുപ്പ് ഇങ്ങനെ അറിയാണ്ട് ഊരിപ്പോണ പോലെ നമുക്ക് തോന്നും, സങ്കടം വരും. ഞാൻ അച്ഛനും കൂടി ഇങ്ങനെ നടന്നപ്പോൾ ഈ പിള്ളേര് സൈഡിലിരുന്ന് ആവശ്യമില്ലാണ്ട് കളിയാക്കി. ഞാൻ അച്ഛനോട് പറഞ്ഞു, നമ്മളെന്തിനിങ്ങനെ നടക്കണേ, ചെമ്പക്ക് അരമനയിലേക്ക് പോവാം, നമുക്ക് അവിടെ പോയിരിക്കുക. എന്തിനിങ്ങനെ നടക്കണേ, എന്തിനാ ബിഷപ്സ് ഹൗസിൽ പോവാ. അപ്പം അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ ഷർട്ടും പാൻറ്റുമാണ്, അച്ഛനാണ് ഉടുപ്പിൽ ലോഹയില്. അപ്പം അച്ഛൻ പറഞ്ഞു, നിന്നെ അല്ലല്ലോ പറയണേ, എന്നെയല്ല പറയണേ, നിനക്ക് എന്താ ചെയ്തം, ഞാൻ ഇനിയും നടക്കും. അച്ഛൻ വാശിപ്പുറത്ത് 2-3 പ്രാവശ്യം കൂടി നടന്നു. വൈകുന്നേരം ബിഷപ്സ് ഹൗസിൽ കഞ്ഞി കുടിക്കാനിരിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് വളരെ പ്രായമുള്ളൊരു അച്ഛനിരിപ്പുണ്ട്. അച്ഛൻ മരിച്ചുപോയി, മുകളിലാണ്, തങ്കപ്പെട്ടൊരച്ഛനാ. ഞാൻ ഈ അച്ഛനോട് പറഞ്ഞ്, ജോസഫ് അച്ഛാ ഇന്നൊരു ഭയങ്കര സങ്കടം ഉണ്ടായി എനിക്ക്. എന്തു പറ്റിയിടാ? ഞാൻ പറഞ്ഞു, അച്ഛൻ ഇന്ന് മറൈൻ ഡ്രൈവിൽ നടക്കാൻ പോയി. എന്നിട്ട് വൃത്തികെട്ട പിള്ളേര്, അയ്യോ എന്തു പറ്റി?
അവരാവശ്യമില്ലാണ്ട് കളിയാക്കി അച്ഛാ. ഈ ജോസഫ് അച്ഛൻ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുക. അച്ഛന് കഞ്ഞിയാണ് ഇഷ്ടം. അച്ഛൻ കഞ്ഞിയല്ല, നല്ലൊരു അച്ഛനാണ്, പക്ഷെ അച്ഛന് കഞ്ഞിയാണ് പൊതുവെ ഇഷ്ടം. അച്ഛനിങ്ങനെ അച്ചാറൊക്കെ അതിനകത്തിട്ട് കലക്കി, പഴയ കാരണവന്മാർ കഞ്ഞി കുടിക്കുന്ന കണ്ടിട്ടില്ലേ, ഒരൊറ്റ വലിയാണ്, ബളബളബളാന്ന് ഒച്ചയൊക്കെ ഉണ്ടാവും ഈ വലിക്കണ നേരത്ത്. അച്ഛൻ അങ്ങനെ ആഘോഷമായിട്ട് കഞ്ഞി കുടിക്കുക. എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്നു. എനിക്കാണെങ്കിൽ കുടി കണ്ടിട്ട് ഭ്രാന്തും ആവണുണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഭയങ്കര സങ്കടം. എന്താ സങ്കടം? ഞാൻ മറൈൻ ഡ്രൈവിൽ നടക്കാൻ പോയി, എന്നിട്ട് ആ പിള്ളേരെന്നെ കളിയാക്കി. എൻ്റെ ഇടയ്ക്ക് 2 വലി അച്ഛൻ്റെ കഴിഞ്ഞു. അച്ഛൻ എന്നോട് ചോദിച്ചു, അവരെന്ത് കളിയാക്കി? വേറൊന്നുമില്ല അച്ഛാ, നമ്മളാക്കി അവരിങ്ങനെ വിളിച്ച്. എന്നെയല്ല വിളിച്ചേ, നമ്മുടെ മറ്റേ അച്ഛനെ വിളിച്ചത്. എന്നാലും എനിക്ക് കേട്ടപ്പോൾ സങ്കടം വന്നു. അപ്പം എൻ്റെ ജോസഫ് അച്ഛൻ എന്നോട് ചോദിച്ചു, മോനെ മഞ്ഞളി, നീ എന്തിനാ അവിടെ നടക്കാൻ പോയേ? ഞാൻ പറഞ്ഞു, അല്ല ജോസഫ് അച്ഛാ, നല്ല കാറ്റുള്ള സ്ഥലമാണല്ലോ, നല്ല കാറ്റുള്ള സ്ഥലം. മറൈൻ ഡ്രൈവ് പോയിട്ടുള്ള ജിജോക്കൊക്കെ അറിയാം, സൂപ്പർ സ്ഥലമാണ്. ഇഷ്ടംപോലെ ചെല്ലക്കിളികളെ കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ട് നടക്കാം. ജിജോ കൂട്ടത്തിൽപ്പെട്ടതല്ല, എന്നാലും പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, നല്ല കാറ്റ്, കടലിൽ അറബിക്കടലിൻ്റെ കാറ്റൊക്കെ കൊണ്ട്. അപ്പം ഞാൻ ജോസഫ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ കാറ്റ് കൊള്ളാൻ പോയതാണ്. അച്ഛൻ 3ാമത്തെ വലി വലിച്ച് ആ പാത്രം താഴെ വെച്ച് എന്നോട് ചോദിച്ചു, നീ എന്തിനാ മോനെ അവിടെ തന്നെ കാറ്റ് കൊള്ളാൻ പോയി? ഞാൻ പറഞ്ഞു, അച്ഛ അവിടെ നല്ല കാറ്റല്ലേ. എൻ്റെ ജോസഫ് അച്ഛൻ പറഞ്ഞ ഡയലോഗ് എത്ര കൊല്ലായി എന്നറിയോ? ഒരു 36 കൊല്ലായി. 36 കൊല്ലം മുമ്പ് ഇങ്ങനെ എന്നോട് പറഞ്ഞതാ, മോനെ മഞ്ഞളി, അച്ഛനൊരു കാര്യം പറയട്ടെ. എന്താണ്? അതെ, ചില കാറ്റൊന്നും നമുക്ക് കൊള്ളാൻ പാടില്ല. അച്ഛൻ പറഞ്ഞ ഡയലോഗാണ്. ചില കാറ്റൊന്നും മോനെ മഞ്ഞളി നമുക്ക് കൊള്ളാൻ പാടില്ല. നീ ആരാന്ന് ഓർക്കണ്ടേ? അതന്നെ ഈ പുതിയ വർഷത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും പെങ്ങന്മാരോടും അനിയന്മാരോടും ചേട്ടന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അതാണ്. ചില കാറ്റൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല, ചില കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പാടില്ല, ചില സംഗതികളൊന്നും നമുക്ക് പറയാൻ പാടില്ല, ചില പാട്ടൊന്നും നമുക്ക് പാടാൻ കൊള്ളില്ല, ചില പുസ്തകങ്ങളൊന്നും നമുക്ക് വായിക്കാൻ അനുവാദമില്ല. അങ്ങനെ പലതും ഉണ്ട് ഈ ലോകത്ത്. പണ്ട് ഏതോ ഒരു സന്യാസിയും ശിഷ്യനും കൂടി ഇങ്ങനെ മാർക്കറ്റിലൂടെ നടന്നു പോവാന്നാ പറയണേ. ഈ സന്യാസി എല്ലാ കടയിലും കയറി സകല സാധനത്തിൻ്റെയും വില ചോദിക്കും, ഒരു സാധനവും വാങ്ങൂല. കുറെ നേരം കഴിഞ്ഞപ്പോൾ കൂടെ നടക്കണ ശിഷ്യന് ഭ്രാന്തായി. അയാൾ ചോദിച്ചു, ഇത് എന്തിനാ എൻ്റെ ഗുരു എല്ലാ കടയിലും കയറി സകല സാധനത്തിൻ്റെയും വില ചോദിക്കുന്നുണ്ടില്ല, അതെന്തിനാണ്? അപ്പൊ ഈ ഗുരു പറഞ്ഞു എന്നാ പറയണേ, മോനെ നമുക്ക് ആവശ്യമില്ലാത്ത എന്തോരം സാധനങ്ങളുണ്ടെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത എന്തോരം സാധനങ്ങളാ. നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ ഒരു 3 വീടിന് ആവശ്യമുള്ളത് വീട്ടിലുണ്ട്, അതിൽ കൂടുതലുണ്ട്. ഇതെന്ത് കാര്യം വരുത്താൻ? ചില സാരിയൊക്കെ ഇനി മരിക്കുമ്പോൾ പോലും എടുക്കാൻ പറ്റില്ല. എന്തോരം ഇരിക്കണത്. ചിലപ്പോഴൊക്കെ അലമാരി അടക്കി പറക്കുമ്പോഴാ ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന എന്നോർക്കണേ. ഇതിങ്ങനെ നമ്മൾ വാങ്ങിച്ചു വയ്ക്കാനുള്ള. ചിലതൊന്നും നമുക്ക് വേണ്ട, ചിലതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ചുരുക്കി പറഞ്ഞാൽ നീ ആരാണെന്നുള്ള തിരിച്ചറിവോടെ ദൈവ തിരുമുമ്പിൽ നീ വ്യാപരിക്കണം. നീ ആരാണെന്നുള്ള ബോധ്യം, നീ ആരായിരിക്കേണ്ടവനാണെന്നുള്ള ബോധ്യം, അതാണ് നിന്റെ ജീവിതത്തിന്റെ ബലം. ഉൽപ്പത്തി 3:9. യെസ്, ഉൽപ്പത്തി 3:9 ദൈവമായ കർത്താവ് പുരുഷനോട് ചോദിച്ചു, അല്ലേ? അതെ, ഉൽപ്പത്തി 3:9 ദൈവമായ കർത്താവ് പുരുഷനോട് ചോദിച്ച്, ആദം നീ എവിടെയാണ്? Where are you? നീ എവിടെയാണ് ആദം? എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്തുട്ടാ? എവിടെയാന്ന് ചോദിച്ചാൽ നീ ഇപ്പൊ ഏത് മരത്തിന്റെ കൊമ്പത്താന്ന് അറിയാനാണ്? കർത്താവിന് ലൊക്കേഷൻ ഇട്ട് നോക്കാനാണ്? നീ എവിടെയാ ആദം? നീ ഏത് മാവിന്റെ തുമ്പത്താ അല്ലെങ്കിൽ തെങ്ങിന്റെ പൊക്കത്താ? അതാണോ കർത്താവ് ചോദിക്കണേ? നീ എവിടെയാ? കർത്താവിന് ലൊക്കേഷൻ അറിയാനൊന്നുമല്ല. നമുക്കറിയാലോ എപ്പോഴാ ദൈവം ചോദിക്കണേന്ന്. എല്ലാ ദിവസവും ഒടയാമ്പുരാന്റെ കൂടെ മോർണിംഗ് വാക്കിംഗ്, ഈവനിങ് വാക്കിംഗ് സ്ഥിരം ഇതായിരുന്നു പരിപാടി. തമ്പുരാൻ കർത്താവിന്റെ തോളത്ത് കൈയിട്ട് നടന്നുകൊണ്ടിരുന്നതാണ് ഈ പാർട്ടി. നമ്മുടെ ആദ്യ പിതാവ് ആദം മര്യാദയ്ക്ക് അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാ. അപ്പോഴാണ് ആ പെണ്ണ് തിന്ന ആപ്പിളിന്റെ ബാക്കി തിന്നത്. ആപ്പിളാണോ കിവിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും തിന്നതിന്റെ ബാക്കി തിന്നു.
അപ്പോഴാണ് നമ്മുടെ ആൾക്ക് വിത്തൗട്ടാന്ന് മനസ്സിലായത്. സംഗതി ആകെ പാളി. പുള്ളി പിന്നെ കിട്ടിയ 2 ഇലയെടുത്ത് അപ്പുറപ്പുറം വെച്ച് എവിടെയെങ്കിലും ഒളിച്ചു നിന്നിട്ടുണ്ടാവണം. ഞാൻ അങ്ങനെ വിചാരിക്കണത്. ഈ സാധനത്തിനെ കാണാനില്ല. അന്ന് വെളുപ്പിന് നടക്കാനിറങ്ങിയപ്പോ ആദത്തിനെ കാണാനില്ല. സാധാരണ കൂടാറുള്ള സ്പോട്ടിൽ എത്തിയിട്ടും ആദം സ്ഥലത്തില്ല. ദൈവം നിന്നോടത്ത് നിന്ന് അലറി, വേറെ അറിയൂ, നീ എവിടെയാ ആദം? എന്തതിൻ്റെ അർത്ഥം? നീ എവിടെയാണ് എന്ന ചോദ്യം നീ എവിടെ ആയിരിക്കേണ്ടവനാണ് എന്ന ചോദ്യം കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. നീ എവിടെ ആയിരിക്കേണ്ടവനാ? വേർ ആർ യു? ഇറ്റ് സിംപ്ലി ഇംപ്ലൈസ് വേർ യു ഷുഡ് ബി. നീ എവിടെ ആയിരിക്കേണ്ടവനാണ് ആദം? നീ എങ്ങനെ നടക്കേണ്ടവനാണ് ആദം? നമ്മുടെ ഹാഗാർ പെണ്ണിനോട് ഇതേ ചോദ്യം തമ്പുരാൻ ചോദിക്കുന്നുണ്ട്. സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരണു? നീ എവിടേക്ക് പോണു? 16:8 ഉൽപ്പത്തി. സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരണു? നീ എവിടേക്ക് പോവണു? ഇംഗ്ലീഷിൽ സൂപ്പറാണ്. ഇംഗ്ലീഷിൽ വാട്ട്സ് യുവർ ഒറിജിൻ ആൻഡ് വാട്ട്സ് യുവർ ഡെസ്റ്റിനി. നീ എവിടെന്നാ വരണത്? നീ എവിടേക്കാ പോണത്? നീ എവിടെന്നാ വരണത്? നീ എവിടേക്കാ പോണത്? ആരാണെന്നുള്ള തിരിച്ചറിവ്, ആരായിരിക്കേണ്ടവനും ആയിരിക്കേണ്ടവളുമാണെന്നുള്ള ബോധ്യം, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നപ്രയാസങ്ങളിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണെന്നും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുമുള്ള അവബോധം. ലൂക്ക 19 അവിടെയാണ് നമ്മുടെ സക്കേവൂസിൻ്റെ കഥ. നിങ്ങളുടെ ബൈബിളിൽ സക്കൈ അല്ലേ? സക്കായി. ഓക്കെ, സക്കായിയുടെ കഥ ലൂക്ക 19. കഥ നിങ്ങൾക്കൊക്കെ അറിയാല. കഥ കഴിഞ്ഞിട്ട് എന്തുണ്ടായിന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? കർത്താവ് വന്ന് ഫുഡ് അടിച്ച് പോയല്ല. ഭക്ഷണം കഴിച്ച് കർത്താവ് പോയിണ്ടാവില്ലേ? പോയിട്ടുണ്ടാവും. ഫുഡ് അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സക്കയെ എഴുന്നേറ്റ് നിന്ന് ഏതാണ്ട് ഡയലോഗൊക്കെ വിട്ടല്ല. സ്വത്തിലെ പകുതി ദരിദ്രർക്ക് വഞ്ചിച്ചെടുത്ത് 4 ഇരട്ടി തമ്പുരാൻ ഒരു ആശീർവാദം കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ അടുത്ത കാലത്തൊരു നോവൽ വായിച്ച്, ഇതായിരുന്നു ഇതിവൃത്തം. എനിക്ക് വളരെ രസമായിട്ട് തോന്നി. കണ്ടമാനം ആൾക്കാരുണ്ടായിരുന്നു ഫുഡ് അടിക്കാൻ. 12 എണ്ണം കൃത്യമായിട്ടുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ കയറുന്ന പല ആൾക്കാരുണ്ട്. ഇത് ചില്ലറ പോക്കൊന്നുമല്ല നമ്മുടെ ആളുടെ, കർത്താവിൻ്റെ. അപ്പൊ വന്നോരൊക്കെ ഫുഡ് അടിച്ച് പാവം സക്കേവൂസിന്റെ കെട്ടിയോള് പാത്രം കുറച്ചെങ്ങാനും കഴിയാൻ മതി. ഇന്നത്തെ പോലെ ഡിസ്പോസിബിൾ ഒന്നും ഇല്ലല്ല. വിളമ്പിയതൊക്കെ കഴുകണ്ടേ? ചില്ലറ പാത്രം കഴുകലല്ല. എല്ലാവരും കൂടി പാത്രമൊക്കെ കഴുകി കമത്തി കെട്ടിയോളും കെട്ടിയോനും കയറി കിടന്നുറങ്ങിയപ്പോ നേരം കുറച്ച് കൂടുതലായി. കാലത്ത് ആരാണ്ട് കോളിംബെല്ല് അടിക്കണ ഒച്ച കേട്ടപ്പോഴാണ് സക്കേവൂസിന്റെ കെട്ടിയോൾ എഴുന്നേറ്റത്. കോളിംബെല്ല് എവിടെ നിന്ന് വന്നു എന്നൊന്നും എന്നോട് ചോദിക്കരുതിട്ടാ, അത് കഥയിൽ പറഞ്ഞേക്കണ ചോദ്യമല്ല. എന്തായാലും വെളുപ്പിന് ആരോ ബെല്ലടിക്കണ കേട്ട് സക്കേവൂസിന്റെ കെട്ടിയോളും ഞെട്ടിപ്പറിച്ച് എഴുന്നേറ്റ്. ഈ പാവൻ ഓടിച്ചെന്ന് ആരണാവ് ഈ വെളുപ്പിന് തന്നെ. അവളുടെ കണ്ണ് തള്ളിപ്പോയി എന്നാ പറയണേ. ഞാൻ പുസ്തകത്തിൽ വായിച്ചാണേ. നാട്ടുകാർ മൊത്തം റേഷൻ കാർഡായിട്ട് വന്നേക്കാം. BPL ഉണ്ട്, അത് ചുമന്ന വെള്ള കാർഡും ഉണ്ട്, നീല കാർഡും ഉണ്ട്. സ്വത്തിൽ പകുതി ദരിദ്രർക്ക്, വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടി. ഓടി വന്ന് സക്കേവൂസിന്റെ കെട്ടിയോള് സക്കേവൂസിനെ ഉരുട്ടി എഴുന്നേപ്പിച്ച്, എടോ മനുഷ്യ എഴുന്നേക്ക്. എന്തു പറ്റിയടി? വന്ന് കാണു, വിടുവാ പറയുമ്പോ ഓർക്കണം. സംഗതി പാളി, ആകെ പ്രശ്നമായി. സക്കേവൂസ് ആകെ ടെൻഷൻ അടിച്ച് പാവം ഓടിച്ചെന്ന് കർട്ടൻ മാറ്റി നോക്കി. അങ്ങേര് കണ്ടപ്പോഴും ഞെട്ടി. എല്ലാ ദുഷ്ടന്മാരും ഉണ്ട് മുറ്റത്ത്. കെട്ടിയോൾ അപ്പം തന്നെ ചെന്ന് ആങ്ങളമാർക്ക് ഫോൺ ചെയ്തു. അതാണല്ലോ തങ്കപ്പെട്ട കെട്ടിയോളുടെ നല്ല സ്വഭാവം. സ്പോട്ടിൽ ആങ്ങളമാരെ വിളിച്ചു പറഞ്ഞത്, അളിയന് ഭ്രാന്തണ്ടാ. കുടുംബം കുളം തോണ്ടി. കെട്ടിയോള് വഴിയാധാരം 3 പിള്ളേരെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആങ്ങളമാരെ വിളിച്ച് ഭാര്യ പറഞ്ഞു. എന്തായാലും പറഞ്ഞ നേരം കൊണ്ട് നാട്ടുകാര് വീട് ലൂട്ട് ചെയ്ത്. ഒരു സാധനം ബാക്കിയില്ല. മൊത്തം അരിയുടെ കലം വരെ തപ്പിക്കൊണ്ടുപോയി, കൊണ്ടുപോയി. ഒരു സാധനം ബാക്കിയില്ലാണ്ടായി. 2 എണ്ണം കുന്താലും ഇരുന്ന് നെഞ്ചത്തിടിച്ച് നിലവിളി. ഏത് ഗതികെട്ട നേരത്താ മരത്തുമ്മ കയറിയത്. എപ്പോഴങ്ങേരുമ്പോളാ കണ്ടത് വീട്ടിൽ വന്ന് ഈ ആവശ്യമില്ലാത്ത. സക്കേവൂസിന് ഉറക്കം പോയി. ഇതാണ് കഥയുടെ പിന്നാമ്പുറം. കാലത്ത് എഴുന്നേറ്റ് വൈകുന്നേരം വരെ ഒരു കണക്കിന്, വൈകുന്നേരം ആയപ്പോൾ ഒരു കഞ്ഞിയൊക്കെ ഇട്ട് ഭാര്യ കൊടുത്ത്
അത് മാത്രമേ ഉള്ളൂ. ഈ മുളകും കടിച്ചു കൂട്ടി കഞ്ഞിയും കുടിച്ച് കയറി കിടന്നുറങ്ങി. കെട്ടിയവൾക്ക് ടെൻഷൻ, നാളെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ ചോറ് കൊടുക്കും, എന്ത് ഫീസ് കൊടുത്തുകൂടാ, ഒരു സാധനവും ഇല്ല. എന്തായാലും വെളുപ്പിന് എഴുന്നേറ്റപ്പോ സഖ്യവൂസ് പറഞ്ഞ്, ഭാര്യയെ എന്തേ, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരച്ചേട്ടാ. കെട്ടിയോള് ചോദിച്ചു, താനെവിടെ പോണു? അത് നീ അറിയണ്ട, നിനക്ക് പിന്നെയും ടെൻഷനാവും. അത് കേട്ടപ്പോൾ അവൾക്ക് പിന്നെയും ടെൻഷനായി. കർത്താവ്, ഇനി വേറെ വല്ല കുടുംബവും ഭാര്യയൊക്കെ ഉണ്ടാ, ഇനി പരാതി ബോധിപ്പിക്കാൻ പോണതാണോ, ആശ്വാസം കണ്ടെത്താൻ അങ്ങനെയൊക്കെയാണുള്ള ബുദ്ധിയുള്ള കൃപയുള്ള ഭാര്യമാര് ചിന്തിക്കുന്നത്. എന്തായാലും അത് കേട്ടപ്പോൾ സഖ്യവൂസിന്റെ ഭാര്യയ്ക്ക് പിന്നെയും ടെൻഷൻ. എന്തായാലും സഖ്യവൂസ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വൈകുന്നേരമായപ്പോ പോയ പോലെ തന്നെ നമ്മുടെ ആള് തിരിച്ചു വന്നു. കഞ്ഞി വല്ലതുണ്ടാ? ഒരു തരിയുണ്ട്, അന്ന് എടുക്ക്, എനിക്ക് കിടക്കണം. കഞ്ഞിയും കുടിച്ച് കയറി കിടന്ന് നമ്മുടെ അണ്ണൻ ഉറങ്ങി. കെട്ടിയവൾക്ക് ഉറക്കം വരുമോ? പിറ്റേന്ന് വെളുപ്പിന് സഖ്യവൂസ് എഴുന്നേറ്റ് പിന്നെയും ഭാര്യയോട് പറഞ്ഞ്, എടി ഭാര്യ, നീ വിഷമിക്കണ്ട, ഞാനൊരു സ്ഥലം വരെ പോവാണ്. കെട്ടിയോള് ചോദിച്ചു, താൻ എവിടേക്കാ പോണേന്ന് പറഞ്ഞിട്ട് പോ. മനുഷ്യന് വല്ല അത്യാവശ്യം വന്ന് അന്വേഷിക്കാൻ എവിടെ പോയി തപ്പും, എവിടേക്കാ? അത് നീ അറിയണ്ട, ഞാൻ വൈകുന്നേരം വരാം. കെട്ടിയോള് വീട്ടിലെ ഇളയ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, അപ്പനെ എവിടേക്കാ പോണേന്ന് ഒന്ന് കണ്ടുപിടിക്ക്. വീട്ടിലെ ഇളയ പിള്ളേരാണല്ലോ, ഇവിടെ TVയുടെ ആൾക്കാർ ഉണ്ടല്ലോ, കൃത്യമായിട്ട് കണ്ടുപിടിക്കും. അവരാണ് CID-കൾ, ഏറ്റവും ഇളയ മക്കളാണ് രാജാക്കന്മാർ, എന്തും കണ്ടുപിടിക്കുന്നവരാണ് അവർ. അപ്പൊ കൊച്ചനെ വിളിച്ച് ഭാര്യ പറഞ്ഞ്, മോനെ, നീ പോയി അപ്പനെങ്ങടാ പോണേന്നൊന്ന് കണ്ടുപിടിക്കും. കൊച്ചൻ പറഞ്ഞു, അമ്മ ഡോണ്ട് വറി, ഞാനേറ്റ്. സഖ്യവൂസ് വീട്ടിൽ നിന്ന് ഇറങ്ങി. കൃത്യമായിട്ട് ചെക്കൻ ഇളയ സാധനം സഖ്യവൂസിന്റെ പിന്നാലെ. സഖ്യവൂസ് നേരെ ഹൈവേയിലേക്ക് പോയി. ഹൈവേയിൽ കൊച്ചൻ പിന്നാലെ പോയി. കൊച്ചന്റെ ഉള്ളിൽ പേടിയുണ്ട്, ഞാൻ അപ്പം വണ്ടിക്ക് തലവയ്ക്കാൻ പോകണമാണോ, ആകെ ടെൻഷനാണല്ല. ഹൈവേയിൽ ചെന്ന് സഖ്യവൂസ് ഒരു മിനിറ്റ് നിന്നു, ഇടത്തോട്ടും വലത്തോട്ടും നോക്കി, നേരെ ഇടത്തോട്ട് നടന്നു. കൊച്ചൻ പിന്നാലെ നടന്നു. കുറെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു മരത്തിന്റെ കടയ്ക്ക് സഖ്യവൂസ് നിന്ന്. കൊച്ചന്റെ ഉള്ളിൽ പിന്നെ ആദ്യമായി, കർത്താവേ, ദൈവമേ, ഇനി കയറങ്ങാനും തലേദിവസം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൻ മരത്തിന്റെ കടയ്ക്ക് നിൽക്കുന്നുണ്ട്. കൊച്ചൻ നോക്കി നിൽക്കെ തന്ത ചടപടാന്ന് മരത്തമ്മ കയറിപ്പോയി. കൊച്ചനൊരു കുറ്റിക്കാട്ടിലേക്ക് ഒളിച്ച് അവിടെ ഇരുന്ന് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം മരത്തിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് സഖ്യവൂസ്. കൊച്ചന്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനാ. എന്തിനാ പറയണ്? കുറച്ചു നേരം കഴിഞ്ഞപ്പോ കൊച്ചനെ കേൾക്കാം ഭയങ്കര കരച്ചില്. മരത്തിന്റെ ഉള്ളിൽ നിന്ന് ഭീകര കരച്ചില്. സഖ്യവൂസ് നിലവിളിക്കണം. അവിടെ ഇരുന്ന് കരഞ്ഞു. വൈകുന്നേരം സന്ധ്യയായിപ്പ കൂളായിട്ട് മരത്തുമെന്ന് താഴെ ഇറങ്ങി നേരെ വീട്ടിലേക്ക്. കൊച്ചൻ പിന്നാലെ. വീട്ടിൽ ചെന്നപ്പോ തന്നെ സഖ്യവൂസിനോട് കെട്ടിയോള് പറഞ്ഞു, കാരണം അവൾ ഇത്തിരി ആനന്ദത്തിലാ, പ്രോജക്റ്റ് റിപ്പോർട്ട് ഇപ്പൊ കിട്ടും. കൊച്ചനുണ്ടല്ലോ പിന്നില്. അവള് പറഞ്ഞു, ദേ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് മനുഷ്യ, കുളിക്ക്. സഖ്യവൂസ് ബാത്റൂമിൽ കേറിയപ്പോ തന്നെ കൊച്ചനെ വിളിച്ച് ഭാര്യ ചോദിച്ചു, മോനെ എന്തായി? കൊച്ചൻ കറക്റ്റായിട്ട് പ്രോജക്റ്റ് റിപ്പോർട്ട്. അമ്മേ, അപ്പൻ നേരെ ഹൈവേയിലേക്ക് ചെന്ന്, എന്നിട്ട് അത് കഴിഞ്ഞ് അപ്പൻ ഇടത്തോട്ട് നടന്നു. എന്നിട്ട് അപ്പൻ ഒരു മരത്തിന്റെ മുകളിൽ കയറി. അമ്മേ, അവള് നെഞ്ചിടിപ്പ് കൂടാണ്. എന്നിട്ട് മോനെ, എന്താ മരത്തിന്റെ മുകളിൽ എന്താണ്? മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അപ്പൻ വൈകുന്നേരം വരെ നിലവിളിച്ച്. വൈകുന്നേരം ആയപ്പോ അപ്പൻ മരത്തുമേന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. അതാണ് ഉണ്ടായെന്ന്. കഞ്ഞി കുടിച്ച് കിടക്കാൻ നേരത്ത് പള്ളക്ക് കിടന്ന് കെട്ടിയോളി ചോദിച്ചു, അല്ല മനുഷ്യ, താനെന്തിനാ മരത്തുമ്മ കയറിയേ? ഇയാള് ഞെട്ടിപ്പോയി. സഖ്യവൂസിനോട് ഭാര്യ ചോദിച്ചു, താനെന്തിനാ മരത്തുമ്മ കയറിയത്? സഖ്യവൂസ് ഞെട്ടി എഴുന്നേറ്റ്, നീ മരാമൺ കൺവെൻഷൻ എങ്ങാനും പോയിണ്ടായിരുന്നു, നിനക്കെങ്ങനെ ദർശനവരം കിട്ടിയിട്ടുണ്ടാ? നീ എങ്ങനെ അറിഞ്ഞു ഞാൻ ഭാര്യ പറഞ്ഞു, ഭാര്യയാണ് ഭാര്യ, എല്ലാം അറിയുന്നവൾ. അമ്പടെ അടുത്ത് ഒളിക്കണ്ട, കാര്യം പറ, താനെന്തിനാ മരത്തുമ്മ കയറിയത്? തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളു മനുഷ്യ, താൻ ആവശ്യമില്ലാത്ത കടും കഴിക്കൊന്നും പോലെ. സഖ്യവൂസ് കെട്ടിയോളോട് പറഞ്ഞു, എടി ഭാര്യയെ, നീ ഹൈവേ പോയിട്ടുണ്ടാ? ഇല്ല. നീ ഹൈവേ കൂടെ നടന്നുണ്ടാ? ഇല്ല. നീ ഹൈവേയുടെ സൈഡിൽ നിൽക്കണ മരങ്ങൾ വല്ലതും കണ്ടിണ്ടാ? ഇല്ല. എടി, അവിടെ കുറെ മരമുണ്ട്, അതിനിപ്പോ എന്താ കുഴപ്പം?
അതിലൊരു മരത്തിന്റെ പേര് നിനക്കറിയാമോ? എന്ത് പേര്? സിക്കമൂർ എന്നാണ് അതിന്റെ പേര്. സക്കേവൂസ് പറഞ്ഞു അതിന്റെ പേര് സിക്കമൂർ എന്നാണ്. ആ മരത്തിന് എന്താ കുഴപ്പം? എടി പൊട്ടി, മിഞ്ഞാന്ന് ഞാൻ അതിന്റെ മുകളിൽ കയറിയതാ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ. കെട്ടിയോള് പറഞ്ഞു എനിക്ക് മനസ്സിലാവണില്ല. എടി, ആൾക്കാരുടെ ഇടയിൽ നിന്ന് കാണാൻ ശ്രമിച്ചിട്ട് അവനെ കാണാൻ പറ്റിയില്ല. എന്നാ തിരക്കായിരുന്നു, നമുക്കാണെങ്കിൽ പൊക്കമില്ല. അവസാനം എങ്ങനെയെങ്കിലും കാണണമെന്ന് ബലം പിടിച്ച് ഞാൻ ഓടി പെടച്ച് കയറിയത് ഈ മരത്തുമ്മയാണ്. അതിന് ആ മരത്തുമ്മ കയറിയ. എടി, ആ മരത്തുമ്മ കയറിയൊരു ഗുണമുണ്ട്. എന്ത് ഗുണം? ആരും കാണൂല, നിറച്ചലയാണ്. ഒരു മനുഷ്യക്കുഞ്ഞു പോലും എന്നെ കാണൂല്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നമുക്ക് സ്റ്റാൻഡേർഡുള്ള പണിയൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ സ്റ്റാൻഡേർഡില്ലാത്ത പണി ചെയ്യാൻ പാടുണ്ടാ? ഞാൻ അതുമ്മ കയറിയത് സകല അഭിമാനവും താഴെ വെച്ചിട്ടാ ഞാൻ ആ മരത്തുമ്മ കയറിയിരുന്നു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഒരു പട്ടിക്കുഞ്ഞു പോലും എന്നെ കണ്ടില്ല. എന്തോരം മനുഷ്യർ ആ മരത്തിന്റെ അടി കൂടെ പോയേ, ഒരാള് പോലും എന്നെ കണ്ടില്ല മോളെ. എന്നിട്ട് പക്ഷെ നിനക്കറിയാമോ എന്ത്? അവൻ എന്നെ കണ്ട്. കറക്റ്റ് അതിന്റെ അടിയിലെത്തിയപ്പോ അവൻ മുകളിലേക്ക് നോക്കി എന്റെ പേര് പറഞ്ഞിട്ടാ വിളിച്ചേ, സക്കേവൂസേ വേഗം വാ, നിന്റെ വീട്ടിൽ അന്ന് ഫുഡ്. ഞാൻ ഞെട്ടിപ്പോയി. കെട്ടിയോൾക്ക് ഭ്രാന്തായി. കെട്ടിയോള് പറഞ്ഞ അതുമ്മ കേറിയതിന്റെ ഉള്ളിൽ ഇപ്പൊ അനുഭവിക്കണം. ഇന്ന് ഉപ്പും കല്ലും കഞ്ഞിയല്ലേ കടിച്ചു കൂട്ടിയത്, ഇനി അതിന്റെ മോളിൽ പോയിരിക്കണെന്തിനാണ്? അതുമ്മ കയറിയതിന്റെ അല്ലേ ഇപ്പൊ കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയും താൻ എന്തിനാ ഈ മരത്തുമ്മ പോയി കയറണത്? തനിക്ക് പ്രാന്തായ? സക്കേവൂസ് പറഞ്ഞു. ഏതാണ്ട് അന്നത്തെ അവസ്ഥയാണ് ഇപ്പൊ എൻ്റെ. ഒരു മനുഷ്യനും എന്നെ മനസ്സിലാക്കണില്ല. ഒരാളും എൻ്റെ ഹൃദയത്തിന്റെ വേദന അറിയണില്ല. നീ മനസ്സിലാക്കണുണ്ടോ എൻ്റെ ചങ്ക് പിടയ്ക്കണത്? കെട്ടിയോളോട് സക്കേവൂസ് ചോദിച്ചു. നമ്മുടെ മക്കള് മനസ്സിലാക്കണുണ്ടോ അവരുടെ അപ്പന്റെ ചങ്ക് പിടയ്ക്കണത്? നീ വിളിച്ചു പറഞ്ഞ നിന്റെ ആങ്ങളമാർക്ക് മനസ്സിലാവോ എൻ്റെ ഹൃദയത്തിന്റെ വേദന? ഈ നാട്ടുകാർക്ക് മനസ്സിലാവോ ഞാൻ എന്തോരം ഞെരുങ്ങണുണ്ടെന്ന്? എൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ്. ഒരാള് പോലും എന്നെ കാണണില്ല, ഒരു ആള് പോലും എന്നെ മനസ്സിലാക്കണില്ല, ഒരാള് പോലും എന്നെ തിരിച്ചറിയണില്ല. സക്കേവൂസിന്റെ കെട്ടിയോള് പിന്നെയും ചോദിച്ച്, താൻ എന്തിനാ മരത്തുമ്മ കയറണെന്ന് പറ. അയാള് പറഞ്ഞു, എടി, അതുമ്മ പോയിരിക്കുമ്പോഴേ ഇപ്പോഴും മനസ്സിനൊരു ബലം. എന്ത് ബലം? അവൻ എന്നെ കാണുന്നുണ്ട്. ഇപ്പോഴും ആ മരത്തുമ്മ ചെന്നിരിക്കുമ്പോ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ബലം. ഈ ലോകം ഒരിക്കലും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും, എല്ലാവരും എന്നെ തള്ളി പറഞ്ഞാലും, എൻ്റെ കെട്ടിയോള് നീ പോലും എന്നെ തിരിച്ചറിയാതെ പോയാലും, എൻ്റെ യേശു എന്നെ കാണുന്നുണ്ട്, എൻ്റെ യേശു എന്നെ തിരിച്ചറിയുന്നുണ്ട്. അവൻ്റെ കയ്യിൽ ഉത്തരമുണ്ട്. എനിക്ക് വല്ലാണ്ട് ഇഷ്ടായി സക്കേവൂസിന്റെ പിന്നെന്തുണ്ടായെന്ന് ഈ കഥ വായിച്ചപ്പോ. ചോദ്യത്രേ ഉള്ളൂ, നിന്റെ ജീവിതത്തിന്റെ സിക്കമൂർ മരം എവിടെയാണ്? നിന്റെ ജീവിതത്തിന്റെ സിക്കമൂർ മരം എവിടെയാണ്? എപ്പോഴാ നിന്റെ ദൈവം നിന്നെ കാണണുണ്ടെന്ന് നിനക്ക് തോന്നണത്? നിന്റെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോ നിനക്ക് ഇങ്ങനെ വല്ല അനുഭവം ഉണ്ടാ? നിന്റെ കർത്താവിന്റെ ആലയത്തിൽ നീ പ്രാർത്ഥിക്കാൻ വരുമ്പോ നിനക്ക് ഇങ്ങനെ വല്ല ബോധ്യമുണ്ടാ? സത്യവേദ പുസ്തകം തുറന്ന് നിന്നോട് കർത്താവ് സംവദിക്കുന്നത് വായിക്കുമ്പോ നിനക്കിങ്ങനെ വല്ല ചിന്തയുണ്ടാ? എന്താണ്, എവിടെയാണ് നിന്റെ സിക്കമൂർ? നിന്റെ ദൈവം നിന്നെ കാണണുണ്ടെന്ന് എപ്പോഴാ നിനക്ക് ബോധ്യം? ഇതാണ് പ്രിയപ്പെട്ടവരെ മോശ കർത്താവിനോട് പറഞ്ഞത്. നീ എൻ്റെ കൂടെ വരണം, നീ വരാതെ ഒരിടത്തും ഞാൻ പോവില്ല. നീ എൻ്റെ കൂടെ വന്നാലേ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കും മറ്റുള്ളവർക്കും മനസ്സിലാവുള്ളൂ. നീ വെറുതെ ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല തമ്പുരാനെ. അങ്ങനെ നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നീ എൻ്റെ കൂടെ വാ.
നീ എൻ്റെ കൂടെ ഉണ്ട്. മൂന്നാമത്തെ വചനം അതാണ്. നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാനും നിന്റെ ജനവും ഈ ലോകത്തുള്ള സകല ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബത്തിന്റെ നന്മ എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ വലിപ്പമല്ലട്ടാ, നമ്മുടെ വീടിന്റെ മുമ്പിൽ കിടക്കണ കാറിന്റെ ബ്രാൻഡ് അല്ലട്ടാ, നിന്റെ മക്കൾ ഓസ്ട്രേലിയയിലാണോ അമേരിക്കയിലാണോ ന്യൂസിലൻഡിലാണോ കാനഡയിലാണോ ഇതൊന്നല്ലട്ടാ, നിന്റെ മക്കൾ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ കമ്പ്യൂട്ടർ IT ആണോ ഇതൊന്നല്ലട്ടാ. നിന്റെ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് നിന്റെ കൂടെ കർത്താവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ടത്. വലിയ വലിയ വീടുകളൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട്, പ്രഗത്ഭരായ മനുഷ്യരുടെ കൂടെ പാർത്തിട്ടുണ്ട്. പക്ഷെ പല ഭവനങ്ങളിലും കർത്താവില്ല പ്രിയപ്പെട്ടവരെ, കർത്താവില്ല. പല ഭവനങ്ങളിലും നമ്മൾ ഇന്ന് കാലത്ത് എന്തിനാ ദൂരെയൊക്കെ പോണേ, ഇന്ന് കാലത്ത് ഒരു വീട് വഞ്ചിരിക്കാൻ പോയി ഞാൻ. ഓൺലൈൻ പോണ എനിക്ക് പേടിയുണ്ട്. അടുപ്പ് കത്തിക്കാണ് ഞാൻ, വേറെ അടുപ്പ് കത്തിച്ചു കൊടുക്കുമല്ലോ അച്ഛന്മാര് വീട് വഞ്ചിരിച്ച് കഴിയുമ്പോൾ. തിരിവുണ്ടെന്ന് അടുപ്പ് കത്തിക്കും. ഇപ്പുറത്ത് കെട്ടിയോ നിൽക്കുന്നുണ്ട്, ഇപ്പുറത്ത് കെട്ടിയോൾ നിൽക്കുന്നുണ്ട്. ഈ തിരിയുമെന്ന് ഒരു കഷണം കടലാസ് കത്തിക്കാൻ നേരത്ത് അവരുടെ മനോഭാവങ്ങൾ എന്നെ വല്ലാണ്ട് നോവിച്ച്. അടുപ്പ് കത്തിച്ച് തീ പിടിക്കണ നേരത്ത് അപ്പുറത്തിരുന്ന് ദേവാലയ ശുശ്രൂഷയോട് ഞാൻ ചോദിച്ചു, ചങ്ങാതി ഇവിടെ വല്ല കുഴപ്പമുണ്ടാ, ഇവിടെ വല്ല പ്രശ്നമുണ്ടാ? അയാൾ ചിരിക്കണം. ഞാനവിടെ ചെന്നിട്ട് 3-4 മാസമായിട്ടുള്ളൂ, എനിക്ക് വലിയ പരിചയമില്ല ഇവരൊന്നും. ഞാൻ ചോദിച്ചു ഇവിടെ വല്ല പ്രശ്നമുണ്ടാ? അയാൾ ചിരിച്ച്. ഞാൻ ചോദിച്ചു താനെന്താ ചിരിക്കണത്? എൻ്റെ ചക്ക എട്ടിക്കൊണ്ടുവന്ന കാലം മുതൽ അടിയാണ്, ഭയങ്കര പ്രശ്ന. ചില വീടുകളിലേക്ക് കയറി ചെന്നാൽ അറിയാൻ പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് മഹത്വപ്പെടുന്നുണ്ടോ ഇല്ലയോന്ന്, അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോന്ന്. അതിന് ദർശനപരമൊന്നും വേണ്ട, വലിയ പുണ്യാളനൊന്നും ആവണ്ട, 3 നേരം ചോറുണ്ടാ മതി, അത്യാവശ്യം മാന്യമായിട്ട് ബലിയർപ്പിച്ചാൽ മതി. മണി പോലെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു തരും എന്ത് പ്രശ്നം. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളെയാണ് കർത്താവ് മഹത്വപ്പെടുത്തുക. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളെയാണ് കർത്താവ് മഹത്വപ്പെടുത്തുക. നിങ്ങൾ എന്നോട് ചേർന്നിരുന്നാൽ ഞാൻ നിങ്ങളോടും ചേർന്നിരിക്കും. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളെ കർത്താവ് മഹത്വപ്പെടുത്തും. അടുത്ത വാചകം പറയാൻ അച്ഛന് വിഷമമുണ്ട്, എന്നാലും നിവൃത്തിയേടുകൊണ്ട് പറയണാണ്. കർത്താവിനെ മഹത്വപ്പെടുത്താത്ത കുടുംബങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ മഹത്വം പടിയിറങ്ങിപ്പോവും. ഒരു സംശയം വേണ്ടട്ടാ. ഞങ്ങൾ അച്ഛന്മാർക്ക് പ്രത്യേകിച്ച് ഒരു വരുമാനവും ഇല്ല. നിങ്ങളുടെ അടുത്ത് കുടുംബ പ്രാർത്ഥന ചെല്ല്, വൈകുന്നേരം സന്ധ്യാനമസ്കാരം ചെല്ല് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു റെമ്യൂണറേഷനും ഇല്ല അത് പറയണേന്. എന്നാൽ അച്ഛന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്താണ്? നമ്മുടെ ഭവനങ്ങളിൽ കർത്താവ് മഹത്വപ്പെടണം, നമ്മുടെ കുടുംബങ്ങളിൽ താമസിക്കാൻ അവന് തോന്നണം. ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വന്ന പള്ളിയിൽ കയറാത്ത ആത്മാക്കളുണ്ട്. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, അന്റാർട്ടിക്കയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കണ്ടവിടം കൊണ്ട് തങ്കപ്പെട്ട മനുഷ്യർ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വരുമ്പോ ദേവാലയത്തിനകത്ത് ഇടം ഉണ്ടെങ്കിലും പള്ളിയുടെ പുറത്ത് നിൽക്കണ ചില തറവാടികളുണ്ട്, ഞാൻ കണ്ടിട്ട്. പള്ളിയകത്ത് നിൽക്കുമ്പോ ഭയങ്കര ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ നിൽക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ബലിയർപ്പണം കഴിയുമ്പോ ഏതാണ്ട് പള്ളിയകത്ത് പാമ്പിനെ കണ്ട പോലെ ഇറങ്ങി ഓടണ സത്യക്രിസ്ത്യാനികളെയും കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, അന്റാർട്ടിക്ക.
നിന്റെ ദൈവത്തെ എങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ നീ മഹത്വപ്പെടുത്തുന്നത്? നിന്റെ കുടുംബ പ്രാർത്ഥന, നിന്റെ സന്ധ്യാമസ്കാരം, അതൊക്കെ ഒരു തരം കടത്ത് കഴിക്കണ പോലെ എന്തോരോ സ്പീഡിൽ വിടാമോ, വന്ദേ ഭാരത് പോണ പോലെ ഒന്നും പോയ കാര്യം നടക്കില്ലട്ടാ, പണിപാളും. ചിലരൊക്കെ ഇപ്പോഴും ഓൺലൈനിലാണ് പ്രാർത്ഥിക്കുന്നത്. കൊറോണ കഴിഞ്ഞിട്ട് കാലത്ത് രണ്ടാമത്തെ സാധനം വരുന്നു വരാറായി. ഇപ്പോഴും ഓൺലൈനിൽ ബലിയർപ്പണം കാണുന്നവരുണ്ട്. എനിക്കറിയാം. പണ്ടേതാണ്ട് ഒരു അമ്മച്ചി സ്വർഗത്തിൽ ചെന്നെന്ന് പറയണം, മരിച്ചു ചെന്ന് അവിടെ. അപ്പൊ പത്രോസ് തടുത്ത്. അമ്മച്ചി പറഞ്ഞ് പത്രോസെ തമാശകള, എല്ലാ ദിവസവും ഖുർആൻ കണ്ടുകൊണ്ടിരുന്നതാണ്, എല്ലാ ദിവസവും ബലിയർപ്പണത്തിൽ പത്രോസ് ചോദിച്ചു എങ്ങനെയാ കണ്ടുകൊണ്ട്? ഓൺലൈനിൽ. പത്രോസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സ്വർഗവും ഓൺലൈനിൽ കണ്ടാൽ മതി, നേരിട്ട് കാണണ്ടെന്ന് പറഞ്ഞെന്നാ പറയണേ. സ്വർഗം ഓൺലൈനിൽ കണ്ടാന്ന് പറഞ്ഞു അമ്മച്ചിയോട്. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളെ കർത്താവ് മഹത്വപ്പെടുത്തും. കർത്താവിനെ മഹത്വപ്പെടുത്താത്തിടത്തു നിന്ന് കർത്താവിൻ്റെ മഹത്വം പടിയിറങ്ങിപ്പോകും. ഞങ്ങൾ അച്ഛന്മാര് കാര്യം സെമിനാറിലൊക്കെ പഠിപ്പിച്ചേക്കുന്നത് ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളോടും ഒരേപോലെ സ്നേഹം കാണിക്കണമെന്നാണ്. പറ്റാറുണ്ടോ? പറ്റില്ല. നമ്മുടെ തമ്പുരാനും ആ സ്വഭാവമായിരുന്നു. ചില കുടുംബങ്ങളോടൊക്കെ ഇത്തിരി ലൈൻ കൂടുതലായിരുന്നു. എല്ലാ കുടുംബങ്ങളെയും ഒന്നും ഒരുപോലെ സ്നേഹിക്കാം. അതെങ്ങനെ സാധിക്കണം? ചില ആൾക്കാർ വിളിച്ച് ചോദിക്കുക, അച്ഛ ചോറുണ്ടാ? ഇല്ല. വല്ലതും കറി ഉണ്ടാ? ഇല്ല. ഒരു തരി അച്ചാറും കൊണ്ട് തരട്ടെ? ഓ, ആ കുടുംബത്തോട് ഇത്തിരി സ്നേഹം കൂടുതൽ തോന്നൂലേ? ഞങ്ങൾ മനുഷ്യരല്ലേ. ബലിയർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചില അമ്മച്ചിമാര് ചോദിക്കും, അച്ഛനൊന്ന് ചുമക്കണ കേട്ടില്ല, വാ ഇത്തിരി ചുക്കും കുരുമുളകും പൊടിച്ചുകൊണ്ട് തരട്ടെ? അപ്പൊ അവൻ തള്ളേനെ സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ അപ്പുറത്തൊരു തള്ള പറയും, എന്തുട്ടാ ഏത് നേരം കുറയ്ക്കണേ, മര്യാദയ്ക്ക് ഖുർആൻ ചൊല്ലിക്കൂടെ? അപ്പൊ നമുക്ക് സങ്കടം വരും. എല്ലാവരും ഒരുപോലെയല്ല. സ്ഥലം മാറിപ്പോയി കഴിഞ്ഞാലും ചില ഇടവകക്കാരെ ഇടയ്ക്ക് വിളിക്കും, അച്ഛൻ ക്ഷീണിച്ചോ, അച്ഛൻ വണ്ണം വെച്ചോ, അച്ഛൻ വെളുത്തോ, അച്ഛൻ കറുത്തോ, തലമുടി ഇപ്പം ഏത് പരുവത്തിലാണ് ഇരിക്കണേ, ഡൈ വേണോ? നമുക്ക് സ്നേഹം തോന്നും. ചിലർ നമ്മളെ വിളിക്കുപോലും ഇല്ല. പള്ളിയിൽ നിന്ന് തലമാറി കിട്ടിപ്പോകുമ്പോൾ നെഞ്ചത്തിടിച്ച് കരച്ചിൽ, ഇനി അച്ഛൻ ആരാ ഉള്ള, അച്ഛൻ വല്ലപ്പോഴും വരണട്ടോ. മഷിയിട്ട് നോക്കിയാൽ കാണില്ല ഈ ആത്മാക്കളെ. പിന്നെ എന്നിട്ട് കൊച്ചൻ്റെ കല്യാണം വരുമ്പോൾ വികാരിച്ചൻ്റെ, പഴയ വികാരിച്ചൻ്റെ അടുത്ത് വരും, അച്ഛാ കൊച്ചൻ്റെ കല്യാണമായിട്ട് അച്ഛൻ വരണട്ടാ. ഞാൻ വരണമെന്ന് അത്ര നിർബന്ധം. എൻ്റെ അച്ഛാ മോള് പറയണത് അച്ഛൻ കെട്ടിച്ചില്ലെങ്കിൽ അവൾക്ക് കെട്ടണ്ടെന്നാണ്. ഷോ, അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളങ്ങോട്ട് തകർന്നു പോവാണ്. ഇവിടത്തെ കാര്യമല്ലട്ടാ, അന്റാർട്ടിക്ക. അച്ഛൻ വന്നില്ലെങ്കിൽ അവള് കെട്ടൂല്ലെന്ന്. ഷോ, നെറ്റിപ്പട്ടം കെട്ടാൻ തരക്കേടില്ലാത്ത ഒരു ആനയായതുകൊണ്ടാണ് ഈ വിളിക്കാൻ വരണേന്ന് നമുക്കറിയാം. ഇങ്ങനെ നിരന്ന് നിൽക്കണമല്ലോ തലയെടുപ്പോടെ കല്യാണത്തിന്റെ സമയത്തേ, അല്ലാണ്ട് സ്നേഹം ഉണ്ടായിട്ടാണ്. അപ്പൊ എല്ലാവരോടൊന്നും സ്നേഹം കാണിക്കാൻ പറ്റില്ല. ചില കുടുംബങ്ങളോട് ഇത്തിരി സ്നേഹമൊക്കെ കാണിക്കും. ഇതൊക്കെ തന്നെ തമ്പുരാന്റെ സ്വഭാവം. വല്ലപ്പോഴൊക്കെ അങ്ങേരെ ഒന്ന് വിളിക്കണം. കുടുംബത്തിൽ അല്പസ്വല്പമൊക്കെ മാന്യം മര്യാദയായിട്ട് കുടുംബ പ്രാർത്ഥന ചെല്ലണം. എന്തായാലും ഇത്രയും പേരൊക്കെ വന്നിരിക്കല്ലേ, പറ്റണ പോലെയൊക്കെ കത്തി കയറ്റിയിട്ട് പോകാനുള്ള എൻ്റെ ഉത്തരവാദിത്വം. ഒരു ചെറിയ ഹോംവർക്ക് അങ്ങോട്ട് തരാണ്. ഹോംവർക്ക് ഇന്ന് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടാ, പക്ഷെ ചെയ്താൽ നല്ലതാണ്. വെരി സിമ്പിൾ. സ്കൂളിലൊക്കെ പഠിച്ച കാലത്ത് ഹോംവർക്ക് ചെയ്തേക്കണല്ലേ. ഒറ്റയ്ക്ക് ഒരു ദിവസം വീട്ടിൽ പ്രാർത്ഥന എത്തിക്കണ ഒരു സ്ഥലം ഉണ്ടാവില്ലേ, പ്രത്യേക ഒരു സ്ഥലം ഉണ്ടാവില്ലേ? എല്ലാ ദിവസവും സന്ധ്യാനമസ്കാരത്തിന് എന്തെങ്കിലും ഒരു സംവിധാനം. ഓക്കെ, ഞങ്ങളുടെ വീടുകളിലാണെങ്കിൽ തിരുഹൃദയത്തിൻ്റെ പടവും മാതാവ് ഔസേപ്പുണ്യാളിനും കുറേ പേരുണ്ട്. അപാര സെറ്റപ്പാണ്. നിങ്ങൾക്ക് പിന്നെ അങ്ങനെയൊന്നും അത്ര ആർഭാടുണ്ടാവില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു സ്പോട്ട് ഉണ്ടാവും. എന്താവട്ടെ, അങ്ങനെ സ്ഥിരം പ്രാർത്ഥിക്കണ ഒരു സ്ഥലത്ത് പോയി നിൽക്കുക. വളരെ സിമ്പിൾ ഹോംവർക്കാണേ. ഒറ്റയ്ക്ക് പോയി നിൽക്കണം. ഒറ്റയ്ക്ക് നിൽക്കണം കേട്ടാ, വേറെ ആരും അടുത്തുണ്ടാവാൻ പാടില്ല. സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി. ഇന്ന് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ജനുവരി മാസം തീരുന്നതിന് മുമ്പ് ചെയ്താൽ സന്തോഷം. അങ്ങനെ ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് കണ്ണടച്ച് കർത്താവിനെ ധ്യാനിക്കുക. എന്തെങ്കിലുമൊക്കെ പടം എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടില്ല, ഓക്കെ,
കർത്താവിനെ മനസ്സിൽ ധ്യാനിക്കുക. എന്നിട്ട് കർത്താവിനോട് ചോദിക്കുക. എന്താ ചോദിക്കണ്ടേ? കർത്താവേ, സുഖാണ്. വെരി സിമ്പിൾ എക്സസൈസ് ആണ്. ഒരു ഭാരിച്ച കാര്യം ചോദിക്കണ്ട. വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് പോയി നിന്ന് ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ ഇഷ്ടമുള്ള ഒരു രൂപം മനസ്സിൽ ധ്യാനിച്ച് ആ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, സുഖാണ്. എങ്ങനെയുണ്ട് എൻ്റെ വീട്ടിലിരുന്നിട്ട്? തമ്പുരാൻ വീട്ടിലുണ്ടല്ലോ അല്ലേ? എല്ലാ വീടും വെഞ്ചിരിപ്പ് അല്ലേ, പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞേക്കണല്ലേ? എല്ലാ വീട്ടിലും കർത്താവ് ഉണ്ടെന്ന് അറിയാല. ദൈവത്തിൻ്റെ വീടാണ്. വീട്ടിലൊക്കെ എല്ലാ ഭവനത്തിലും തമ്പുരാൻ വസിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വികാരിച്ചൻ വന്ന് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി തപ്പി നോക്കി, ഇവിടെ തന്നെ ഉണ്ട് ട്ടാ, എങ്ങും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് തനിച്ച് കർത്താവിനോട് ചോദിക്കുക, കണ്ണടച്ച്, കർത്താവേ, സുഖാണ്. എൻ്റെ വീട്ടിലിരുന്നിട്ട് എങ്ങനെയുണ്ട്? സന്തോഷമായിട്ടാണോ നീ എൻ്റെ വീട്ടിലിരിക്കണേ, അതോ നിവൃത്തികേടുകൊണ്ടാണ്? പാലടച്ചിട്ടേക്കാണുള്ള എൻ്റെ സന്ധ്യാനമസ്കാരവും എൻ്റെ പെരുമാറ്റങ്ങളൊക്കെ കണ്ടിട്ട് നിനക്ക് ഓട്ടോറിക്ഷ വിളിച്ച് പോകണമെന്ന് തോന്നാറുണ്ടാ? നീ എൻ്റെ വീട്ടിൽ ഹാപ്പിയാണ്, നിനക്ക് സുഖാണ്. പള്ളിയിൽ വരുമ്പോൾ ചോദിക്കണ കാര്യമല്ല കേട്ടോ മഞ്ഞലച്ചൻ പറയണ. വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു ദിവസം നിന്റെ കർത്താവിനോട് നീ ചോദിക്കണം. ഒരു ദിവസം എത്ര പേരോട് ചോദിക്കുന്നുണ്ട്, സുഖാണ, സുഖാണ, സുഖാണ? വല്ല കയ്യും കണക്കുണ്ടാ? ആര് വീട്ടിൽ വന്നാലും ചോദിക്കും, ചേട്ടന് സുഖാണ, ചേച്ചിക്ക് സുഖാണ. ആരോടെ ചോദിക്കാത്ത? പോസ്റ്റ്മാൻ വരുമ്പോൾ ചോദിക്കും, സുഖാണ. കറണ്ട് ബില്ലെടുക്കാൻ, മറ്റേ റീഡിങ് എടുക്കാൻ വരണ ലൈൻമാനോട് ചോദിക്കും, സുഖാണ. ഏത് നാട്ടുകാര്, വീട്ടുകാര്, കൂട്ടുകാര് വന്നാലും ചോദിക്കും, സുഖാണ. ഈ പിച്ചക്കാരൻ വന്ന, ഭിക്ഷക്കാരൻ വന്നവരെ ചോദിക്കും, ചേട്ടാ കുറെ നാളായില്ലേ കണ്ടിട്ട്, സുഖാണ. എത്ര നാളായി തമ്പുരാൻ കർത്താവ് വീട്ടിലിരിക്കണം? ഒരു ദിവസമെങ്കിലും ഈ തമ്പുരാനോട് നീ ചോദിച്ചണ്ട, എൻ്റെ വീട്ടിലിരുന്നിട്ട് എങ്ങനെയുണ്ട്? സുഖാണ, നീ ഹാപ്പിയാണ്, നിനക്ക് വല്ലപ്പോഴും ഓടിപ്പോണെന്ന് തോന്നണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ അംഗീകരിക്കാത്തൊരു വീട്ടിൽ ചെന്ന് നമ്മൾ പച്ചവെള്ളം കുടിക്കുമോ? നമ്മൾ ക്ഷണിച്ചിട്ട് വരാത്തവന്റെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പങ്കെടുക്കാൻ പോവോ? ഇവിടെ കുടുംബ കൂട്ടായ്മയൊക്കെ ഉണ്ടോ? ഉണ്ടില്ല. ആ, ഒരിക്കലും കുടുംബ കൂട്ടായ്മയ്ക്ക് വരാത്തവന്റെ വീട്ടിൽ സന്തോഷത്തോടെ നമ്മൾ പോവും? നമ്മൾ പോവില്ല. അവന്റെ വീട്ടിൽ ചെന്ന് ചായ കുടിക്കുമ്പോ നമുക്ക് കുരയ്ക്കുന്നത് ഇറങ്ങുമോ? ഇറങ്ങില്ല. അവന്റെ പപ്സ് തിന്നുമ്പോ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം അവൻ കുടുംബ കൂട്ടായ്മയ്ക്ക് വരാറില്ല. നിന്റെ ദൈവം നിന്റെ കൂടെ വരണമെങ്കിൽ നീ അവനെ മഹത്വപ്പെടുത്തണം. അതാണ് ദൈവം മോശയുടെ ജീവിതത്തിൽ ചെയ്തത്. മോശ ലോകത്തറിയണം. എന്തോരം പോരായ്മകളുള്ളവനാ. അച്ഛൻ പറയും പഴയ നിയമത്തിലെ മോശ വളരെ മോശമാണ്. അത്ര നല്ല ഉണ്ണിയൊന്നുമല്ല മോശ. കൊലപാതകിയാണ്, വിക്കനാണ്, അപ്പനാരാന്നറിയാണ്ട് വളർന്നവനാണ്, ക്ഷിപ്രകോപിയാണ്, കൊലപാതകി. എന്തോരം പോരായ്മകളുള്ളവനാ മോശ, എത്ര പോരായ്മകള്. പക്ഷെ ഈ മോശേനെ കുറിച്ച് ബൈബിളിൽ വായിക്കുമ്പോ കൊതിയാവും നമുക്ക്. അവൻ ആകാശത്തേക്ക് അലറുമ്പോ മന്ന പെയ്യും, ദിക്കുകളോട് കൽപ്പിക്കുമ്പോ കാടപ്പക്ഷികൾ വരും, പാറപ്പുറത്തടിക്കുമ്പോ വെള്ളം പുറപ്പെടും, കടലിന് നേരെ വടി നീട്ടുമ്പോ ചെങ്കടല് പിളരും, രാത്രി അഗ്നിസ്തംഭം, പകല് മേഘത്തൂണ്. തമ്പുരാൻ അവന്റെ മുമ്പിലും മുകളിലും അങ്ങനെ നടക്കണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മോശ പ്രാർത്ഥിക്കാൻ പള്ളി കയറുമ്പോ ആകാശത്ത് നിന്ന് ദൈവ സാന്നിധ്യം മേഘരൂപത്തിൽ ഇറങ്ങി വന്ന് സമാഗമ കൂടാരത്തെ പൊതിയോത്രേ. നമ്മളാരെങ്കിലും പള്ളി കയറുമ്പോൾ ഇങ്ങനെ വല്ലതും ഉണ്ടായിണ്ട? ഇപ്പം നേരത്തെ കണ്ട പോലെ കരണ്ട് പോവും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുള്ള എനിക്കുണ്ടായ അനുഭവമാണ്. ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് പോയതാണ്, ബലിയർപ്പിക്കാൻ, പാട്ട് കുർബാന, ആഘോഷമായ ബലി. ഞാനിങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിന്ന് പറഞ്ഞു തീർന്നില്ല, ഡും കരണ്ട് അങ്ങോട്ട് പോയി. കറക്റ്റ് മുമ്പിൽ നിന്നൊരു അമ്മച്ചി ഇത്തിരി ഉറക്ക പറഞ്ഞു, എന്തൊരു ഐശ്വര്യമുള്ള അച്ഛൻ,
ഞാൻ തകർന്നു പോയൊരു നേരം, സഹിക്കാൻ പറ്റിയില്ല എനിക്ക്. അമ്മ എന്തിനാണ് ഇത്ര ഉറക്ക പറയാൻ പോയ? പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. നമ്മൾ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ കരണ്ട് പോവും, ചിലപ്പോൾ ഇടിയും മഴയൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് പുകയൊന്നും വന്നത് കണ്ടിട്ടില്ല, ഒരു മഞ്ഞും വന്നത് ഞാൻ കണ്ടിട്ടില്ല, ഒരു മേഘവും വന്നത് ഞാൻ കണ്ടിട്ടില്ല. മോശ പുലിയാണ്. മോശ പ്രാർത്ഥിക്കാൻ കയറുമ്പോ ദൈവ സാന്നിധ്യം മേഘരൂപത്തിൽ ഇറങ്ങി വരുമെന്ന്. ഞാൻ മോശയോട് ചോദിച്ചു, എൻ്റെ പൊന്ന് ചങ്ങാതി ഇതെങ്ങനെ സാധിച്ച്, ഇതെങ്ങനെ ഒപ്പിച്ച്? ഇല്ല, സുനിദ്ര ബെഡിന്റെ പരസ്യത്തിൽ കൊച്ചു ടീച്ചർ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഘടിപ്പിച്ച്? ഞാൻ മോശയോട് ചോദിച്ചു, ഇതെങ്ങനെ സംഘടിപ്പിച്ച്? മോശ പറഞ്ഞു 33:15 പുറപ്പാട്, നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഒരിടത്തും പോവില്ല. നീ എൻ്റെ കൂടെ വന്നാലേ നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തും പറ്റും, ഞാൻ എന്തും ചെയ്യും. ദൈവം മോശയുടെ കൂടെ നടന്നു. 17-ാമത്തെ വചനം മക്കൾ കണ്ടോ? 17-ാമത്തെ വചനം എന്താണ്? ദൈവത്തിന്റെ മറുപടിയാണ്. ദൈവം മോശയോട് പറയുക, മോശേ, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും, ഞാൻ നിന്റെ കൂടെ വരും. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും, ദിസ് ഓൾസോ ഐ വിൽ ഡു ഫോർ യു. എന്താ അതിന്റെ അർത്ഥം? ഞാൻ നിനക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് മോശേ, ബട്ട് യു ഡോണ്ട് വറി, ദിസ് ഓൾസോ ഐ വിൽ ഡു. ഞാൻ നിന്റെ കൂടെ വരും. ഡൺ, ഞാൻ നിന്റെ കൂടെ വരും. അടുത്ത വാചകം, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞ മോശേ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത വാചകമാണ് സൂപ്പർ, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം, ഞാൻ നിന്നെ അറിഞ്ഞുമിരിക്കുന്നു. എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. മോശയ്ക്ക് ദൈവം കൊടുത്ത മറുപടിയാണ് 3 വാചകം. നമ്പർ 1, ഞാൻ നിന്റെ കൂടെ വരും. നമ്പർ 2, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്പർ 3, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. മോശയ്ക്ക് കർത്താവിൻ്റെ മറുപടി, ഞാൻ നിന്റെ കൂടെ വരും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. ഈ 3 വാചകം ഒന്ന് തല തിരിച്ചിട്, then it's more beautiful. മോശയോട് കർത്താവ് പറയണം, മോശേ, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. ഓക്കെ, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. അറിയുമ്പോഴും മോശേ, എനിക്ക് നിന്നെ വല്ലാണ്ട് ഇഷ്ടമാണ്, അല്ലേ? അറിയുമ്പോഴും എനിക്ക് നിന്നെ വല്ലാണ്ട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വരും. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, എനിക്ക് നിന്നെ വല്ലാണ്ട് ഇഷ്ടമാണ്, ഞാൻ നിന്റെ കൂടെ വരും. മഞ്ഞളേച്ചൻ കുറച്ചും കൂടി ഭംഗിയായിട്ട് പറയാം, അറിഞ്ഞ് സ്നേഹിച്ച് കൂടെ നടക്കണ ഒരു കർത്താവുണ്ട്. അറിഞ്ഞ് സ്നേഹിച്ച് കൂടെ നടക്കണ ഒരു കർത്താവ്. സക്കേവൂസിന് കിട്ടിയ ബോധ്യമാണത്. അവൻ എന്നെ അറിയണുണ്ട്, അവൻ എന്നെ മനസ്സിലാക്കണുണ്ട്, അവൻ എന്നെ കാണുന്നുണ്ട്, അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇതിനെയാണ് അവബോധം എന്ന് പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവ്. പ്രിയപ്പെട്ടവർ, ഈ പുതുവർഷം മുഴുവനും നിങ്ങളെ ഈ ചിന്ത ഭരിക്കട്ടെ എന്നാണ് അച്ഛൻ്റെ പ്രാർത്ഥന. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളെ, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന സമൂഹങ്ങളെ കർത്താവ് മഹത്വപ്പെടുത്തും. കർത്താവിനെ മഹത്വപ്പെടുത്താത്തിടത്ത് നിന്ന് കർത്താവിൻ്റെ മഹത്വം പടിയിറങ്ങിപ്പോവും. സത്യവേദ പുസ്തകം മുഴുവനും അതിൻ്റെ തെളിവാണ്. അവനെ മഹത്വപ്പെടുത്തിയവർക്കൊക്കെ കർത്താവ് അമർത്തി കുലുക്കി നിറച്ചളന്നു കൊടുത്തു. നിന്റെ കുടുംബ പ്രാർത്ഥന, നിന്റെ ബലിയർപ്പണങ്ങൾ, ദൈവ തിരുമുമ്പിലുള്ള നിന്റെ വിശുദ്ധ ജീവിതം, അതിലൂടെ മഹത്വപ്പെടുന്ന ദൈവം നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. നിന്നെ ഒരിക്കലും കർത്താവ് വെറുതെ വിടില്ല. ആ ദൈവം നിന്നെ പരിപാലിക്കും. ആ ദൈവം നിന്നെ പരിപാലിക്കും. ഈ അടുത്ത ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ, ഈ ക്യാമറ എന്നെ പിന്നെയും പേടിപ്പിക്കണം. ആൾക്കാർ ആവശ്യമില്ലാത്തതൊക്കെ പറയേ, എനിക്ക് വിഷമമാണ്. അഹങ്കാരം പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ചുമ്മാ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുക, അമ്മയും മോനും കൂടി. അപ്പനും ഉണ്ട് അപ്പുറത്ത്. പിന്നെ വർത്താനം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ, നമ്മൾ കാര്യമായിട്ടൊന്നും ആശുപത്രി കൊണ്ടു കൊടുക്കണില്ലല്ല, ചുമ്മാ ഒരു മകൻ്റെ ഒബ്സർവേഷൻ. എൻ്റെ അമ്മോട് പറയണം, അമ്മേ,
നമുക്കങ്ങനെ കാര്യമായിട്ടൊന്നും ആശുപത്രി കൊടുക്കേണ്ട വന്നിട്ടില്ലല്ലേ? ഞാൻ അമ്മോട് പറയണം. അമ്മ പറഞ്ഞു, അത് നീ പറഞ്ഞത് ശരിയാണ്, നമ്മൾ കാര്യമായിട്ടൊന്നും ആശുപത്രി കൊടുക്കേണ്ട വന്നിട്ടില്ല. നിസ്സാരപ്പടിയൊക്കെ ഇപ്പൊ പ്രായമായ പിന്നെ ചെറുതായിട്ട് ആശുപത്രിയിലൊക്കെ കയറാറുണ്ട്. വലിയ അസുഖം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പനൊരു ചെറിയ പ്രോസ്ട്രേറ്റ് ക്യാൻസറൊക്കെ വന്നാണ്. പക്ഷെ ഒരു 18 കൊല്ലം മുമ്പാ. ഇപ്പൊ പുലി പോലെ നടക്കണ്. ഒരു 30 തേങ്ങ ഒതിക്കും നിന്ന നിപ്പിൽ, ഒരു കുഴപ്പമില്ല. അപ്പനന്ന് ചെലവായത് 2000 രൂപയാണെന്നാണ് അപ്പൻ എന്നോട് പറഞ്ഞേക്കണേ. ബാക്കിയൊക്കെ ഇൻഷുറൻസും കിട്ടി അപ്പന്. സാധാരണ കീമയൊക്കെ ചെയ്യുമ്പോൾ മുടി കൊഴിയല്ലേ ചെയ്യണേ. എൻ്റെ അപ്പൻ്റെ നരച്ച മുടി കറുത്ത് ആകെ പ്രശ്നമായി നാട്ടിൽ. ഞാൻ അമ്മോട് ഇങ്ങനെ ഇരുന്ന് പറയണം, അമ്മേ നമ്മൾ അങ്ങനെ കാര്യമായിട്ടൊന്നും പൈസ കൊണ്ടുപോയി ആശുപത്രി കൊടുത്തിട്ടില്ലട്ടാ. പറഞ്ഞു, അത് നീ പറഞ്ഞത് ശരിയാണ്, ദൈവാനുഗ്രഹം അല്ലേ അമ്മേ? ഞാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് എന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ച്. അമ്മ പറഞ്ഞ ഡയലോഗ് ഇതാണ്, നിനക്കറിയാമോ എൻ്റെ കാരണം എന്താന്ന്? ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ. അതേ, ആവതുള്ള കാലത്ത് കർത്താവ് സഹായത്തിനായി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നവർക്കൊക്കെ ഞാൻ പറ്റണ പോലെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞ ഡയലോഗ് കേട്ടാ. അതേ മോനെ, ആശുപത്രി കൊടുക്കേണ്ട കാശൊക്കെ അമ്മ നേരത്തെ കൊടുത്തു തീർത്ത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെ ദൈവം മഹത്വപ്പെടുത്തും. കർത്താവ് അതിന് വഴി കാണിക്കും. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ ഓരോ സമയത്തും നീ ചെയ്യേണ്ട ചില സുഹൃതങ്ങളുണ്ട്. നീ ദൈവത്തോട് കാണിക്കേണ്ട ചില ആത്മാർത്ഥതയുണ്ട്. നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ ജാഗ്രതയോടെ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നീ കൃത്യമായിട്ട് ചെയ്യ്. നിന്റെ ജീവിതത്തിന്റെ അനർത്ഥങ്ങളിൽ, കഷ്ടപ്പാടിന്റെ കാലത്ത് അവൻ നിനക്ക് കൂട്ടുവരും. അതാണ് അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ കർത്താവ് മഹത്വപ്പെടുത്തും. അവനെ മഹത്വപ്പെടുത്താത്തിടത്ത് നിന്ന് അവന്റെ മഹത്വം പടിയിറങ്ങിപ്പോവും. ഞാനിപ്പോ കല്യാണം കഴിക്കാൻ വരണ എല്ലാ പിള്ളേരോടും പറയും, എടാ കറക്റ്റായിട്ടൊരു അക്കൗണ്ട് വേണട്ടാ. നിനക്ക് പല അക്കൗണ്ടും ഉണ്ടാവും, പക്ഷെ ഒരക്കൗണ്ട് മഞ്ഞലച്ചൻ പറഞ്ഞത് തുടങ്ങണട്ടാ, ദശാംശം വെക്കാൻ. പള്ളി കൊണ്ട് കൊടുക്കൊന്നും വേണ്ട, ഞാൻ അങ്ങനെ തന്നെ പറയാറ്. പള്ളി കൊണ്ട് കൊടുക്കൊന്നും വേണ്ട, അച്ഛന്മാരെ ഏൽപ്പിക്കും വേണ്ട. നിന്റെ ദൈവം നിന്റെ മുമ്പിൽ കൊണ്ടെത്തിക്കും ചില മനുഷ്യരെ. കറക്റ്റായിട്ട് കൊടുത്തേക്കുക. നിന്റെ തലമുറകളോട് അവൻ കണക്ക് പറയും. അവൻ നിന്റെ കൂടെ നടക്കും. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. മോശയുടെ പ്രാർത്ഥന, നീ എൻ്റെ കൂടെ വരണം, നീ വരാതെ ഞാൻ പോവില്ല. ചെങ്കടല് മുറിക്കാനുണ്ട്, മരുഭൂമി കടക്കാനുണ്ട്. കർത്താവ് കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും വാഗ്ദാനം ചെയ്തിട്ടുള്ള കാനാൻ ദൂരെയാണ്. തമ്പുരാനോട് നിരന്തരം പ്രാർത്ഥിക്കണം, നീ എൻ്റെ കൂടെ വരണം. അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ, പരിശുദ്ധ കുർബാന കഴിയുമ്പോൾ ഇറങ്ങി ഓടണവര് ജാഗ്രത. ഒരു നിമിഷം കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് അവനോട് ഈ പ്രാർത്ഥന പറഞ്ഞിട്ട് വേണം ഇറങ്ങാൻ. തമ്പുരാനെ ഞാൻ പോവട്ടാ, നീ എൻ്റെ കൂടെ വരണം, നീ എൻ്റെ കൂടെ വരണം. എനിക്ക് പല ആവശ്യങ്ങളുണ്ട് തമ്പുരാനെ. നീ എപ്പോഴെപ്പോഴും പറയൂല്ലോ നിനക്ക് എന്നോട് ഇഷ്ടമെന്ന്, നീ എനിക്ക് തന്ന കുടുംബമെന്ന്. ആ പറയണതിൽ സത്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ നീ എൻ്റെ കൂടെ വരണം. കർത്താവിനെ മോശ വെള്ളം കുടിപ്പിച്ച് ഇക്ഷഞ്ഞ വരപ്പിച്ച് എന്ത് വിദഗ്ധമായിട്ടാ അവൻ കർത്താവിനെ കുപ്പിയിലിറക്കിയത്. നീ എപ്പോഴും പറയുന്നുണ്ടല്ലോ ഐ ലവ് യു, ഐ ലവ് യു. നീ എൻ്റെ കൂടെ വാ, നീ എൻ്റെ കൂടെ വന്നാലേ നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. നീ എന്നെ ഇട്ടേച്ച് പോവരുത്. കർത്താവ് അവൻ്റെ കൂടെ നടന്ന്. ഈ ഒരു അനുഭവം ഈ വർഷം മുഴുവനും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ സാധിക്കുന്ന ഇപ്പോൾ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുക. ഈ വർഷം മുഴുവനും നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൻ്റെതാവട്ടെ. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളെ, സന്ധ്യാനമസ്കാരങ്ങളെ കുറച്ചുകൂടി ആത്മാർത്ഥതയുള്ളതാക്കാം. മക്കളൊക്കെ വീട്ടിൽ വരുന്നത് ഇപ്പോൾ കുറവാണ്. മക്കളൊക്കെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എത്തൽ കുറവാണ്. പിള്ളേർക്ക് ദൈവഭയം കുറഞ്ഞു കുറഞ്ഞു വരിക. വീണ്ടെടുക്കണം പ്രിയപ്പെട്ടവരെ.
ആവതുപോലെ പരിശ്രമിക്കണം. ചിലപ്പോൾ ബലം പിടിച്ച് പറയേണ്ടി വരും, ചിലപ്പോൾ മുഖം കറുപ്പിക്കേണ്ടി വരും. പക്ഷെ കർത്താവിന് പ്രതി നമുക്ക് ദൈവം തന്നവരെ ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും വളർത്താൻ ആവതുപോലെ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. ഒരു പെണ്ണിനെ എനിക്കറിയാം, അവളെല്ലാ ദിവസവും പിള്ളേരും കൊണ്ട് പള്ളിയിൽ വരും വിശുദ്ധ കുർബാനയ്ക്ക്. ഞാൻ ഒരു ദിവസം അവളോട് ചോദിച്ചു, നീ എങ്ങനെ വിറ്റെന്നെ പൊക്കിക്കൊണ്ടുവരുന്നേ? ഒരെണ്ണം 4ാം ക്ലാസ്സിൽ, ഒരെണ്ണം 7ാം ക്ലാസ്സിൽ. എല്ലാ ദിവസവും കൊണ്ടുവരും 2 എണ്ണത്തിനെ. മുമ്പിൽ തന്നെ ഉണ്ടാവും 2 എണ്ണം. ഞാൻ ഒരു ദിവസം അവളോട് ചോദിച്ചു, നിനക്കിതെങ്ങനെ സാധിക്കണം? എൻ്റെ പൊന്നച്ചാ കാശ് ചെലവുള്ള പരിപാടിയാണ്. മനസ്സിലായില്ല? എല്ലാ ദിവസവും കുർബാനയ്ക്ക് വന്ന ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ലുലുലു ഉണ്ടാവും. പറഞ്ഞിട്ടുണ്ട്. ഒന്നും മേടിച്ചൊന്നും കൊടുക്കില്ല, ചെങ്ങനെ കറക്കി കൊണ്ട് നടക്കും. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ലുലുലു കൊണ്ടുപോകണമെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിൽ വന്നാൽ, അതാണ് ഓർഡർ. എല്ലാ ദിവസവും പള്ളിയിൽ വന്നാൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് കോഴിയിറച്ചി വറുത്ത് തരും, അല്ലെങ്കിൽ ചമ്മന്തി, ഉണക്കമീൻ ഒന്നുമില്ല. ഒരമ്മ അവളുടെ പിള്ളേരെ പള്ളിയിൽ കൊണ്ടുപോകാൻ ചെയ്യുന്ന ചില വികൃതികൾ ഞാൻ പറഞ്ഞു. അങ്ങനെയൊന്നും ചെയ്യണമെന്നല്ല പറഞ്ഞത്. നമ്മുടെ മക്കളെ എങ്ങനെ കർത്താവിന് വേണ്ടി നേടാം? ആത്മാവിനോട് പ്രാർത്ഥിച്ചാൽ ആത്മാവ് പറഞ്ഞു തരും. കുടുംബ പ്രാർത്ഥനയെ കുറെ കൂടി മനോഹരമാക്കണം. ഞായറാഴ്ച ബലിയർപ്പണങ്ങൾ ആത്മാർത്ഥതയോടെ നിർവഹിക്കണം. നമ്മുടെ മക്കൾ പള്ളിയുടെ പുറത്തല്ല, അകത്താണെന്ന് ഉറപ്പ് വരുത്തണം. ദൈവത്തെ മാനിക്കാനും മഹത്വപ്പെടുത്താനും നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. അതൊരു നിസ്സാര കാര്യമല്ല. മക്കൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി വളരണം. ഒരു കുഞ്ഞു കാര്യം കൂടി പെട്ടെന്ന് കർത്താവ് ഓർപ്പിക്കണ കാര്യം ഞാൻ പറയണ പറഞ്ഞോട്ടെ, സമയം. ദുബായിൽ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയതാ. അലൈനിലെ പോയ ഒരു സഹോദരൻ എന്നെ ഒന്ന് വിളിച്ച, അച്ഛാ ദുബായ് വരെ ഒന്ന് വരണം. അച്ഛന് പകല് സമയത്ത് ഫ്രീ അല്ലേ, വൈകുന്നേരം അല്ല അച്ഛാ ധ്യാനം. അതെ, എന്തിനാ ഞാൻ വരണത്? അച്ഛാ 2 വണ്ടി വെഞ്ചരിച്ചു എന്നെ. ദുബായിലാ? അതെ അച്ഛാ ദുബായിൽ. ഇയാൾ പറഞ്ഞെനിക്ക് കേൾക്കാണ്ടിരിക്കാൻ പറ്റൂല. കാരണം നല്ലൊരു മനുഷ്യനാ, വലിയ കാശാരനൊക്കെയാണ്, പക്ഷെ നല്ല മനുഷ്യനാ. ഇയാൾ വന്നിങ്ങനെ പറഞ്ഞപ്പോ എന്ത് ചെയ്യും ദൈവമേ? അയാൾ പറഞ്ഞു, അച്ഛാ പ്ലീസ് അച്ഛാ, അച്ഛൻ വന്ന് വെഞ്ചരിച്ചാണ് 3 മണിക്കൂർ ഞാനിവിടെ കൊണ്ടാക്കിക്കോളാം. അങ്ങനെ ഞാൻ ഇയാളുടെ കൂടെ വണ്ടി കയറി ദുബായിക്ക് പോയി. വലിയ കാറൊക്കെ ആയിരുന്നു. ദുബായിൽ ചെന്ന് ഇയാളുടെ വീടിന്റെ മുമ്പിൽ കാറ് നിർത്തി. 2 ഷട്ടർ. ഞാൻ വീണ്ടും പറയണു, അഹങ്കാരം പറയാന്ന് കരുതരുതിട്ട. എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണേ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. 2 ഷട്ടർ കാർ പോർച്ചാണ്. ഇയാൾ കാറിലിരുന്ന് ഒരു കുന്ത്രാണ്ട് എടുത്ത് സ്വിച്ച് ഇട്ട്. അപ്പൊ ഈ 2 ഷട്ടർ മുകളിലേക്ക് പൊന്തിപ്പോയി. എൻ്റെ കണ്ണിങ്ങനെ പുറത്തേക്ക് വന്ന് ചില്ലും അടിച്ചകത്തോട്ട് പോയി. അമ്മാതിരി കാഴ്ചയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഹോളോമാൻ്റെ സിനിമ കണ്ടല്ലോ, ഇങ്ങനെ കണ്ണിങ്ങനെ ഉരുണ്ടങ്ങോട്ട് പോയിട്ട് അതുപോലെ. ഞാൻ ചോദിച്ചു, ഇത് എന്തിട്ടാണ് ഇത് വെഞ്ചിരിക്കാനാണോ കൊണ്ടുവന്നേ? എന്താ സംഭവം എന്നറിയാമോ? ഇടത്തെ കാർ പോർച്ചിൽ 9 കോടി രൂപ വിലയുള്ള ഫെറാറി ബ്ലഡ് റെഡ് സ്പോർട്സ് എഡിഷൻ 1.5 കാറാട്ടാ, 9 കോടി രൂപ വിലയുണ്ട്. വലത്തുവശത്തെ കാർ പോർച്ചിൽ 7 കോടി രൂപ വിലയുള്ള റോൾസ് റോയ്സിന്റെ ഗോസ്റ്റ് 2 കാറ് കിടക്കാണ്, പുത്തൻ രജിസ്ട്രേഷൻ. എന്നെ വിളിച്ചോണ്ടോ ഇത് വെഞ്ചിരിക്കാൻ. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്ന് ചങ്ങാതി, ഇത് വെഞ്ചിരിക്കാനാണോ വിളിച്ചോണ്ട് വന്നേ? അതേ ചാ, ഇത് വെഞ്ചിരിക്കാനാണ്. ചെറുപ്പം മുതലുള്ളൊരു സ്വപ്നമാണ് ഇത് 2ഉം മേടിക്കണം. ഇപ്പൊ വയസ്സ് 60ആയി. ഇനി ഏത് കാലത്ത് മേടിച്ചോടിക്കാനാ? ഞാൻ അങ്ങോട്ട് വാങ്ങിച്ച്. പിള്ളേരൊന്നും ഓടിക്കില്ല ചാ, ഒരു 4 കൊല്ലം കഴിയുമ്പോൾ ഞാൻ വിൽക്കും. ഞാൻ ചെയ്യണത് പാപം വലുതാണ്. അയാൾ എന്നോട് ചോദിച്ചു. ഞാനൊരു വെറൈറ്റി അച്ഛനാണ്. ഞാൻ കാറ് ഓടിക്കും, JCB ഓടിക്കും, എന്തും ഓടിക്കും. ഞാൻ പറഞ്ഞു, താൻ വിഷമിക്കൊന്നും വേണ്ട. കർത്താവ് തന്നോട് കാണിച്ച കാരുണ്യം നാട്ടുകാരൊക്കെ കാണട്ടെ. താൻ ഓടിച്ചോണ്ട് എടുക്ക്. തമ്പുരാനെ ഇടത്തെ സീറ്റിൽ ഇരുത്തണോട്ടാ, അത് മാത്രമേ ഉള്ളൂ എൻ്റെ കണ്ടീഷൻ. താൻ കാറ് ഓടിച്ചോണ്ട് എടുക്കടൂ. തന്നോട് ദൈവം കാണിച്ച കാരുണ്യം നാട്ടുകാരൊക്കെ അറിയട്ടെ. നീ തൻ്റെ ദൈവത്തിന് തന്നോട് എന്തോരം സ്നേഹമുണ്ടെന്ന്. താൻ ടെൻഷൻ പിടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു. അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ വണ്ടി പുറത്തേക്ക് എടുത്തിടച്ചാ, അച്ഛൻ വെഞ്ചിരിക്കണം. അയാൾ വണ്ടി പുറത്തേക്ക് ഇട്ടു. ഞാൻ വണ്ടി വെഞ്ചിരിക്കാൻ എല്ലാ ആയുധങ്ങളൊക്കെ എടുത്ത് കൈ പിടിച്ച്. ഈ ചേട്ടൻ്റെ പേരക്കുട്ടി ഒരു 3.5 വയസ്സ് കഷ്ടിയുണ്ട്. ഈ സാധനം ഈ പള്ളക്ക് നിപ്പുണ്ട്. ചെറിയൊരു സാധനം കേട്ടാ, ചെറിയൊരു കൊച്ച്.
ഇതെൻ്റെ മുഖത്തേക്കൊക്കെ നോക്കണ്ട്, ഞാൻ എന്ത് സാധനം ചെയ്യാൻ പോണെന്ന് ഇതിന് അറിഞ്ഞൂടല്ല. എന്തായാലും ഞാൻ വാഹനമൊക്കെ വെഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ എന്നോട് ചോദിച്ചു, അച്ഛന് കാറ് ഓടിക്കുന്നത് പ്രാന്താന്നറിയാം, അച്ഛന് താല്പര്യമുണ്ടോ ഓടിക്കാൻ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും, കിട്ടിയാൽ ഞാൻ ഓടിക്കും. അച്ഛൻ ഏതാ എടുക്കണേ ആദ്യം? ഞാൻ പറഞ്ഞു ഫെറാറി. റോൾസ് റോയ്സ് കാർക്ക് വേണം? ഞാൻ പറഞ്ഞു ഫെറാറി, എനിക്കത് മതി. സൂപ്പർ വണ്ടി കേട്ടോ, ഇതിൻ്റെ ഡോറൊക്കെ മുകളിലേക്ക് പോകും, താഴോട്ട് വരും, ഇടിവെട്ട് സാധനം. ഞാൻ രാജകീയമായിട്ട് വണ്ടി കയറിയിരുന്നു ഡ്രൈവർ സീറ്റിൽ. ഞാൻ കയറിയിരുന്നപ്പോഴേക്കും ഈ 3.5 വയസ്സുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഇത് ചാടി കയറി മറ്റേ സീറ്റിലിരുന്നു. ബെൽറ്റൊക്കെ ഇതെങ്ങനെ വലിച്ചു കൂട്ടിയിട്ടു എന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് അതുമ്മ കയറിയിരുന്നു. എൻ്റെ മുഖത്തേക്ക് ഇവൻ നോക്കണ്ട്. ഈ ചേട്ടന് ഇരിക്കാൻ സീറ്റില്ല, ഫെറാറിയുടെ ബാക്കിലെ സീറ്റ് എന്ന് പറയാനില്ല, ഒരു കുഞ്ഞ് സ്പേസ് ഉള്ളു. ഇയാൾ അവിടെ കയറി ഒരു കണക്കിനിരുന്നു. ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛനറിയാലോ? അത്യാവശ്യം അറിയാം അച്ഛാ, ഗിയർ സ്റ്റിയറിങ്ങിൻ്റെ അടിയിലാണ്, അതൊക്കെ എനിക്കറിയാം. എന്നാ പോവല്ലേ? പോവാ. ഞാൻ ഭയങ്കര ത്രില്ലിലാണ്, ഫെറാറിയാണ് ഓടിക്കണേ. ഞാൻ എൻ്റെ ഇടത്തെ കൈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടില്ല, അത് മേഴിക്ക് കൊണ്ടുപോകണം വണ്ടി ഓൺ ചെയ്യാൻ. എൻ്റെ കൈ ഞാൻ നീട്ടിയതും ഈ ഇടത്ത് വശത്തിരിക്കുന്ന സാധനം ഇത് ഈ ബെൽറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഡൈവ് ചെയ്ത് എൻ്റെ ഈ കയ്യിൽ ഒരൊറ്റ അടി അടിച്ച്. ചില്ലറടിയല്ല, 1.5 അടിയാണ്. ഇവൻ ചാടി അടിച്ച് രൂക്ഷമായിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ കഥ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇവൻ എന്താ അരിശപ്പെടണേ? ഇനി ഇവൻ്റെ അപ്പാപ്പൻ്റെ വണ്ടി ഞാൻ ഓടിക്കണ കാരണമാണോ, അതോ ഞാൻ ഇവനെ പരിഗണിക്കാത്തതിൻ്റെ പരിഭവമാണോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. 1 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇവൻ ചാടി എൻ്റെ കയ്യിലടിച്ച് ഞാൻ ഷോക്കിൽ കൈ വലിച്ച്. പുറകിലിരിക്കണ ചേട്ടനും വെട്ടിയാ ചോരയില്ല, അയാളും പേടിച്ച്. ഞാൻ ഇതിൻ്റെ മുഖത്തേക്ക് നോക്കി, ഈ സാധനത്തിൻ്റെ ഈ 3.5 വയസ്സ്. ഞാൻ ഞെട്ടിപ്പോയി പ്രിയപ്പെട്ടവരെ. എൻ്റെ കയ്യിൽ ചാടി അടിച്ച് ഞാൻ അവനെ നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഈ കൊച്ചൻ 2 കൈയും ഇങ്ങനെ കൂപ്പി പിടിച്ച്, അവർ ഫാദർ ഇൻ ഹെവൻ ഹോളി ബി യുവർ നെയിം, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന അങ്ങോട്ട് ചൊല്ലി. 3.5 വയസ്സുകാരൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ജീവിതത്തിൽ ഞാൻ ഇത്രയും നാണം കെട്ടിട്ടുള്ളൊരു ദിവസമില്ല. 9 കോടി രൂപയുടെ കാറ് കണ്ടപ്പോ കത്തനാര് കർത്താവിനെ മറന്ന് കൊച്ചനോർത്ത്. ഞാൻ കർത്താവിനെ മറന്ന്. നമ്മൾ ആർത്തി മൂത്ത് പ്രാന്തായിട്ടിരിക്കണേ. അഹങ്കാരത്തിന്റെ തുമ്പത്താണ് ഞാൻ. 9 കോടി രൂപയുടെ ഫെറാറിയില ഞാൻ കർത്താവിനെ മറന്ന്. പക്ഷെ ഈ കൊച്ചൻ ഓർത്ത് അവൻ കൈകൂപ്പി പിടിച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയില്ലേ. നിങ്ങളൊക്കെ ചിരിച്ചല്ല. നിങ്ങളുടെ മക്കളാണെങ്കിൽ എന്തുണ്ടാവും? വീട്ടിൽ പോണ വഴിക്ക് ആലോചിച്ചാൽ മതി. നിങ്ങളുടെ മക്കളാണെങ്കിൽ എന്തുണ്ടാവും? നിങ്ങളുടെ കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കാമോ? നിങ്ങൾ അങ്ങനെയാണോ നിങ്ങളുടെ മക്കളെ വളർത്തിയേക്കണേ? ഇതാണ് പ്രശ്നം. ദൈവത്തെ മഹത്വപ്പെടുത്താൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. അതിലൊരു കോംപ്രമൈസും പാടില്ല. ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിയുമ്പോൾ 1 മിനിറ്റ് കണ്ണടയ്ക്കാൻ പറയണം. സഭയിലെ എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കുന്നത് അങ്ങനെയാ, ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെ പറഞ്ഞിട്ടല്ലേ അവസാനിപ്പിക്കാറ്. ദൈവ തിരുനാമം ഞങ്ങളുടെ സഭയിൽ അങ്ങനെ പറയാറ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇവിടെ എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ ഭാരിച്ച പ്രാർത്ഥന ഒന്നും നമ്മുടെ മക്കള് പ്രാർത്ഥിക്കണ്ട. ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ കർത്താവിനെ ഒന്ന് ഓർക്കാൻ മക്കളെ പരിശീലിപ്പിക്കുക. ഒരു നല്ല വസ്ത്രം കയ്യിൽ കിട്ടുമ്പോ, പരീക്ഷയ്ക്ക് ഒരു നല്ല മാർക്ക് കിട്ടി കഴിയുമ്പോ ഒന്ന് പള്ളിയിൽ പോയി ദൈവത്തിന് സ്തോത്രം പാടാൻ മക്കളെ പരിശീലിപ്പിക്കുക. എടപ്പള്ളി പള്ളിയിൽ കൊച്ചച്ഛനായിരിക്കുമ്പോ ഒരു പെങ്കൊച്ച എന്നെ കാണാൻ വന്നു. അച്ഛൻ ഒരു സംശയം ചോദിക്കാൻ വന്നതാ. എന്തിയ മോളെ? 10ാം ക്ലാസ്സിൽ 10 A+ കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഉവാ, അണ്ട് കിട്ടിയച്ചാ? നിന്റെ പ്രശ്നം എന്താ? അല്ല അച്ഛൻ, എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. എന്ത് നേർച്ച? അല്ല 10ാം ക്ലാസ്സിൽ 10 A+ കിട്ടിയ 50 തിരി കത്തിച്ചോളാന്ന് നേർന്നുണ്ടായിരുന്നു. കത്തിച്ചോ, എന്തോ കുഴപ്പം? അതല്ല അച്ഛ, ഒരു സംശയം. എന്ത് സംശയം? 50 പൈസയുടെ തിരി കത്തിക്കണോ 5 രൂപയുടെ തിരി കത്തിക്കണോ? പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണ നേർച്ച ചേർന്നപ്പോൾ അവളത് ചിന്തിച്ചില്ലട്ടാ. അന്ന് 10ാം ക്ലാസ്സിൽ 10 A+ ഉള്ളോ.
പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോ സംശയങ്ങൾ വളരുകയാണ്. എന്ത്? 50 പൈസയുടെ തിരി കത്തിക്കണോ 5 രൂപയുടെ തിരി കത്തിക്കണോ? നമ്മുടെ മക്കൾ വളരെ ബുദ്ധിയുള്ളവരാണ്. ജാഗ്രത. എന്ത് സന്തോഷം വന്നാലും എന്ത് സന്താപം വന്നാലും കൂടെ കർത്താവുണ്ടെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തണം. മോശ ജോഷയോട് പറഞ്ഞ്, നിയമാവർത്തന പുസ്തകം 31, നീ പേടിക്കണ്ടട്ടാ, കർത്താവാണ് നിന്റെ മുമ്പേ പോണത്, കർത്താവാണ് നിന്റെ മുമ്പേ പോണത്, നീ ഭഗ്നാശനാവണ്ട, നഷ്ടധൈര്യനാവണ്ട, അവൻ കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞിടത്തോളം അവൻ നിന്റെ കൂടെ തന്നെ കാണും. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ മഹത്വപ്പെടുത്താം. കുടുംബ പ്രാർത്ഥന, കുടുംബത്തിലുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാധ്യതകൾ, സാഹചര്യങ്ങൾ, ബലിയർപ്പണങ്ങൾ, വചനവായന. നിന്റെ ദൈവത്തെ നീ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നിന്നെ മഹത്വപ്പെടുത്തും. ഈ വർഷം മുഴുവനും കർത്താവിനെ നീ മഹത്വപ്പെടുത്തണം. അതുവഴി ദൈവം നിന്നെ മഹത്വപ്പെടുത്തുന്ന അനുഭവം സമൃദ്ധമായിട്ട് നിനക്കുണ്ടാവട്ടെ. മക്കളെ പരിശീലിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ആയതിലേക്ക് നമുക്ക് വഴി നടത്താം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഇഷ്ടമുള്ള കർത്താവിൻ്റെ രൂപം മനസ്സിൽ ധ്യാനിക്കാം. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള, പ്രാർത്ഥിക്കാൻ നിനക്കേറെ സഹായമാകുന്ന കർത്താവിൻ്റെ രൂപം. ദേവാലയത്തിൻ്റെ അൾത്താരയോ മധുബഹായോ, നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ഭവനത്തിലെ പ്രത്യേക ഇടമോ, നിനക്കേറെ ഇഷ്ടമുള്ള വചനഭാഗമോ മനസ്സിൽ ഓർക്ക്. കർത്താവേ, പുതിയ വർഷമാണ്, ഉള്ളുരുക്കി ഞാൻ പറയണു, നീ എൻ്റെ കൂടെ വേണം. എനിക്ക് വേറൊന്നും വേണ്ട എൻ്റെ തമ്പുരാനെ, നീ എൻ്റെ കൂടെ വേണം. എന്തെല്ലാം കഷ്ടാരിഷ്ടതകളിലൂടെ ഞാൻ കടന്നുപോയാലും, സന്തോഷത്തിൻ്റെ എത്ര സമൃദ്ധി എൻ്റെ ജീവിതത്തിലുണ്ടായാലും, നീ എൻ്റെ കൂടെ വേണം. മോശയുടെ കൂടെ എന്ന പോലെ, നിന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ എന്ന പോലെ നീ എൻ്റെ കൂടെ വേണം. കർത്താവേ, നിന്നെ മഹത്വപ്പെടുത്താൻ അടിയനെയും അടിയന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണേ. നാളിതുവരെ അക്കാര്യത്തിൽ എനിക്ക് വന്നുപോയ വീഴ്ചകളോർത്ത് ഞാൻ മനസ്തപിക്കുന്നു, ഞാൻ മാപ്പപേക്ഷിക്കുന്നു. കൂടുതൽ നിന്നെ മഹത്വപ്പെടുത്താൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കണേ. നീ നൽകാത്തതായി എനിക്കൊന്നുമില്ലെന്നും നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്നുള്ള വലിയ അവബോധം നീ എനിക്ക് തരണേ. ആരെന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും, ആരെന്നെ തള്ളിക്കളഞ്ഞാലും, ആരെന്നെ തെറ്റിദ്ധരിച്ചാലും, എനിക്കൊരു സിക്കമൂർ മരമുണ്ട്. എൻ്റെ കർത്താവായ നീ എന്നെ കണ്ടുമുട്ടുന്ന ഒരിടം. അവിടെ നീ എന്നെ കണ്ടുമുട്ടും, അവിടെ ഞാൻ നിന്നെ കണ്ടുമുട്ടും. അങ്ങനെ നമ്മൾ പരസ്പരം ആശ്ലേഷിക്കും, സന്തോഷത്തോടെ ആയിരിക്കും. നിന്നെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, എല്ലാ മഹത്വവും പിതാവേ നിന്റെ പരിശുദ്ധനായ പുത്രന്റെ നാമത്തിൽ നിനക്ക് മാത്രമുള്ളത്. പരിശുദ്ധ റൂഹായെ, കർത്താവിനെ മഹത്വപ്പെടുത്താൻ എന്നെ പ്രചോദിപ്പിക്കണേ, എന്നെ സഹായിക്കണേ. അവർണ്ണനീയമായ ദാനത്തിന് കർത്താവേ നിനക്ക് മഹത്വം. ആമേൻ.